പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ, പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനെ. കർത്താവേ, ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. നിന്റെ വചനത്തിൻ്റെ കേൾവി ഞങ്ങളുടെ കാതുകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളുടെ അന്തർഭാഗത്ത്, ഞങ്ങളുടെ ശരീരത്തിൽ, ഞങ്ങളുടെ ഓരോ അവയവങ്ങളിൽ ഇന്ന് രാവിലെ വിടുതൽ വ്യാപരിപ്പാൻ ഇടയാക്കണമേ. ക്രൂശിക്കപ്പെട്ട യേശു ഞങ്ങളുടെ നടുവിൽ ഉയർത്തപ്പെടണമേ. നിന്റെ മഹത്വം ഇന്ന് രാവിലെ വെളിപ്പെടുമാറാക്കണമേ. ഇരിക്കുന്ന കസേരകളിൽ ജനം ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുവാൻ ഇടയാക്കണമേ. അതിശക്തമായ ദൈവ സാന്നിധ്യം ഒരു കൊടുങ്കാറ്റ് പോലെ ഞങ്ങളുടെ നടുവിൽ ആഞ്ഞു വീശുവാൻ ഞങ്ങൾ ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ നീ തട്ടി എഴുന്നേൽപ്പിക്കണമേ, എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ ചങ്ങലെ അഴിയുന്ന ശബ്ദം കേൾപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇന്ന് രാവിലെ ഇവിടെ വന്നതിൽ സന്തോഷമുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. എല്ലാവർക്കും സന്തോഷമുള്ളതിൽ ഞാനും സന്തോഷിക്കുന്നു. സ്തോത്രം. ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ ചിന്തിക്കാം. 1 തീമോഥെയോസ് 6-ാം അധ്യായം അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ ദയവായി ഒന്ന് വായിച്ച് സഹായിച്ചിട്ട്. 1 Timothy chapter 6 verse 11 and 12. നീയോ ദൈവത്തിന് മനുഷ്യനായുള്ളോവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാരം കഴിച്ചുവല്ലോ. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടുവല്ലോ. ആദ്യം വായിച്ചത് വിശ്വാസത്തിൻ്റെ നല്ല പോര് പൊരുതുക. സ്തോത്രം. ആമേൻ. ഫൈറ്റ് എ ഗുഡ് ഫൈറ്റ് ഓഫ് ഫെയ്ത്ത്. അതൊന്നുകൂടെ ഗ്രീക്ക് ഭാഷയിൽ അതിൻ്റെ ആമേൻ അർത്ഥം പറഞ്ഞാൽ ഫൈറ്റ് ഫോർ ദ ഫെയ്ത്ത്. വിശ്വാസത്തിനു വേണ്ടി പോരാടുക. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചത് വിശ്വാസത്തിനു വേണ്ടി പോരാടുവാനാണ്. വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്ന അവസാന ശ്വാസം പോകുന്നിടം വരെ നമ്മൾ പൊരുതിയെങ്കിലേ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. നമ്മളെല്ലാവരും ഒരു ബാറ്റിൽ ഗ്രൗണ്ടിലാണ്. വിശ്വാസത്തിൻ്റെ യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിക്കത്തില്ല. എന്നും പൊരുതി നിൽക്കുന്നവനെ ജീവകിരീടം പ്രാപിക്കത്തുള്ളൂ. ജീവകിരീടം കിട്ടുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുന്നവൻ. സ്നാനപ്പെടുത്തി കയറ്റുമ്പോൾ സ്നാപകൻ സ്നാനാർത്ഥിയോട് പറയുന്ന ഒരു വാക്കാ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം. പക്ഷെ പലപ്പോഴും മൂക്കിൽ വെള്ളം കയറുന്നതുകൊണ്ട് പലരും ശ്രദ്ധിക്കത്തില്ല. എന്നാൽ സ്നാനപ്പെടുത്തി കയറ്റുമ്പോൾ സ്നാപകം പറയുക, എനിക്ക് നിന്നിൽ യാതൊരു പങ്കുമില്ല, നീ ജീവിച്ചാൽ നിനക്ക് കിരീടം കിട്ടും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസത്തിന് വേണ്ടി നല്ല പോർ പൊരുതുക. വിശ്വാസം എന്ന് പറഞ്ഞത് വെറുതെ കിട്ടത്തില്ല, അതിന് നല്ല പോർ പൊരുതണം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അവസാന ശ്വാസം വരെ വിശ്വാസത്തിന് വേണ്ടി പൊരുതിയിരുന്നു. റോമൻ ആരാച്ചാരന്മാർ ഒരു കൽത്തളത്തിൽ പൗലോസിനെ കയറ്റി നിർത്തി
കുനിച്ചു നിർത്തി കൈ രണ്ടും പുറകോട്ട് പിടിച്ച ഒരു തൂണെ കെട്ടിയിട്ട് ആഞ്ഞ് കഴുത്തു വെട്ടിയെന്നാണ് അപ്പോസ്തലനായ പൗലോസ് എന്നൊരു പുസ്തകം തിരുവട്ടാർ കൃഷ്ണൻകുട്ടി പണ്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ വായിച്ച് ഓർക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് സ്തോത്രം. ഈ കഴുത്ത് കുനിഞ്ഞു നിർത്തി ഒരൊറ്റ വിട്ടുകൊണ്ട് കഴുത്ത് ഉടലിൽ നിന്ന് മാറി. ചരിത്രം പറയുന്നത് ഈ കഴുത്ത് കൽത്തളത്തിൽ നിന്ന് ഉരുണ്ട് താഴെ വീണു. മണലിലൂടെ ഈ തല അല്പം ഉരുണ്ടുപോയി. ഉരുണ്ടുപോയപ്പോൾ 3 പ്രാവശ്യം വേർപെട്ട കഴുത്ത് തല 3 പ്രാവശ്യം പറഞ്ഞെന്നാണ്, ഞാൻ നല്ലപോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ എന്ന് പറഞ്ഞാൽ റോമൻ എംപററോട് അവസാനം അദ്ദേഹം പറയുകയാണ്, നിനക്കെൻ്റെ കഴുത്തെടുക്കാം, തലയെടുക്കാം, എൻ്റെ കിരീടം തൊടാൻ പറ്റുകയില്ല. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. മരിക്കുന്നതിൻ്റെ അടുത്ത നിമിഷം അദ്ദേഹം പറഞ്ഞത്, ആമേൻ, ഞാൻ നിരാശനായി മരിക്കുകയല്ല. ആമേൻ, ആ സ്റ്റോറില് എൻ്റെ കിരീടം കണ്ടാണ് ഞാൻ മരിക്കുന്നത്. എൻ്റെ കിരീടം കണ്ടാണ് മരിക്കുന്നത്. IPC പ്രയർ സെന്ററിലെ ദൈവമക്കളോട് ഞാൻ പറയുന്നു, നിരാശരായി മറ്റുള്ളവരെ ശപിച്ചല്ല മരിക്കേണ്ടിയത്. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ജീവകിരീടം കണ്ടു വേണം നീ മരിക്കാൻ. അദ്ദേഹം പറയുകയാണ്, എനിക്ക് വേണ്ടി മാത്രമല്ല, ക്രിസ്തുയേശുവിൽ പ്രത്യക്ഷമായി വച്ചിരിക്കുന്ന, പ്രതീക്ഷ വച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാർക്ക് വേണ്ടിയും ദൈവം ആ കിരീടം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും പൗലോസിനെ ഇട്ട ഒരു സെല്ലിലാണ്, ഒരു ചെറിയ മുറി. ആ മുറിയിൽ ആമേ സ്തോത്രം അടിത്തറയിലായിരുന്നു. മുകളിൽ നിന്ന് കയറേൽ കെട്ടി ആഹാരങ്ങൾ ഇട്ട് കൊടുക്കുമായിരുന്നു. ഓരോ ദിവസവും അദ്ദേഹം താമസിക്കുന്ന ആ മുറിയുടെ ഭിത്തിയിൽ അവരെഴുതി വയ്ക്കുമായിരുന്നെന്നാണ്, 2 ദിവസം കൂടെയുള്ളൂ തലവെട്ടാൻ, 1 ദിവസം കൂടെയുള്ളൂ തലവെട്ടാൻ. എന്നാൽ അവർ അത്ഭുതപ്പെട്ടതാണ്. ദിവസം കുറയും തോറും പൗലോസിന്റെ മുഖത്ത് ചിരി കൂടി വന്നെന്നാണ്. ആമേൻ, പെട്ടെന്ന് തലവെട്ടിയാൽ ഞാൻ എൻ്റെ നിത്യഭവനത്തിലെത്തും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസിനോട് അവസാനം താൻ പറയുന്നു, ആമേ സ്തോത്രം, മരിക്കാൻ കിടക്കുന്ന എനിക്ക് നിനക്ക് തരാൻ മറ്റൊന്നുമില്ല. എനിക്ക് അവസാനമായി തരാനുള്ള ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും കഷ്ടം സഹിക്കുക. എനിക്ക് കിരീടം തന്നേ അതേ കയ്യോ നിന്റെ തലയിലും കിരീടം വയ്ക്കും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. എത്ര പ്രത്യാശയുള്ള മരണമായിരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ അദ്ദേഹം പറയുന്നു, ആമേൻ, നീ ചിലത് വിട്ടോടി, വിശ്വാസത്തിൻ്റെ നല്ല പോര് നീ പൊരുതണം. പൗലോസിന് തൻ്റെ വിശ്വാസത്തെക്കുറിച്ച് വലിയ കൺവിക്ഷൻ ഉണ്ടായിരുന്നു. ആമേൻ. അദ്ദേഹം പറയുന്നുണ്ട്, ഐ നോ ആമേൻ ഹും ഐ ഹാവ് ബിലീവ്ഡ്. എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. എന്ന് പറഞ്ഞാൽ അന്ധമായ ഒരു വിശ്വാസത്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്ന ഒരാളല്ല. വ്യക്തമായ ഉറപ്പെനിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഊഹാഭോഗത്തിൽ ദൈവത്തെ പിന്തുടരുന്ന ആളല്ല. സ്തോത്രം. ആമേൻ. ക്രിസ്തുവിനെ കാണുന്നതിനു മുമ്പ് പൗലോസിൻ്റെ പിക്ചറും ദർശനവും ക്രിസ്തുവിനെ കണ്ടതിന് ശേഷമുള്ള തൻ്റെ ദർശനവും ഭയങ്കര വ്യത്യാസമായിരുന്നു. ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് തൻ്റെ പഠിത്തം വലുതായിട്ട് തോന്നി, തൻ്റെ പാരമ്പര്യം വലുതായി തോന്നി. താൻ പറയുന്നുണ്ട്, ഗമാലിയേലിൻ്റെ പാതപിടത്തിൽ ഇരുന്ന് പഠിച്ചവൻ, എബ്രായൻ ജനിച്ച എബ്രായൻ, പരീശനിൽ പരീശൻ, ആമേൻ, ന്യായപ്രമാണം സംബന്ധിച്ച് ശുഷ്കാന്തിയുള്ളവൻ, സഭയെ ഉപദ്രവിച്ചവൻ. ആമേൻ. ഇതെല്ലാം ഒരു ഭാഗത്ത് കാണുമ്പോൾ ക്രിസ്തു നടുക്ക് വന്നപ്പോൾ ആ അധ്യായം മാറി. താൻ അപ്പുറത്ത് പറയുകയാണ്,
ഈ കാണാൻ പ്രശംസിക്കുന്ന മുഴുവനും ഞാൻ ചവറന്നെണ്ണുന്നു സർ. ഇനിയും എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്ന ലാഭവുമാണ്. മുഴുവനും ഞാൻ ചവറന്നെണ്ണുന്നു. എൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമേ ഉള്ളൂ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് പുനരുത്ഥാനം പ്രാപിക്കണം. ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ശരിയായ ഒരു ക്രിസ്തീയ ദർശനം, ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ വീക്ഷണം നമുക്ക് കിട്ടിയാൽ നമ്മുടെ അഹംഭാവം എല്ലാം മാറും. സ്തോത്രം. ആ നിലയിലോട്ട് നമ്മൾ മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉണർവ് മാത്രമല്ല, സാക്ഷാൽ ഒരു ക്രിസ്തു ദർശനം നമ്മുടെ അകത്ത് വരണം. ദൈവത്തിന് സ്തോത്രം. എബ്രായർ 11 അനേക കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ആരംഭം 11:1 ഒന്ന് വായിച്ചാട്ട്. ഹീബ്രൂസ് 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. വിശ്വാസം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ, വിശ്വാസം എന്ന് പറയുന്നത് കുറച്ച് അസംഷൻസ് അല്ല, ഊഹങ്ങളല്ല. വിശ്വാസം ഞാൻ പ്രാപിക്കാൻ പോകുന്നതിൻ്റെ ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അഷ്വറൻസ് ആണ്. നിങ്ങൾക്കറിയാമോ, ക്രിസ്തുവിനോട് നിങ്ങൾ അടുത്താൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രായമുള്ള വല്യപ്പച്ചൻ കൊച്ചുമകനെ കൊണ്ട് എല്ലാ ദിവസവും പാർക്കിൽ നടക്കാൻ പോകും. സ്തോത്രം. പാർക്കിൽ ഒരു ഉയർന്ന സ്ഥലത്ത് 5 വയസ്സുള്ള കൊച്ചുമകനെ നിർത്തിയിട്ട് ഈ അപ്പച്ചൻ പറയും, ചാടിക്കൂ. അപ്പച്ചൻ പിടിക്കാം. പക്ഷേ ഈ കൊച്ചുമകൻ ആദ്യം പറഞ്ഞു ചാടത്തില്ല. പല ദിവസം അപ്പച്ചൻ പറഞ്ഞു ചാടിക്കൂ, പിടിക്കാം. ഒരു ദിവസം മോൻ കൊച്ചെടുത്ത് ചാടി. അപ്പച്ചൻ കെട്ടിപ്പിടിച്ചു. പിന്നെ അടുത്ത ദിവസം തൊട്ട് ഈ കുഞ്ഞ് ആരും പറയാതെ മോളിൽ കയറി എന്നിട്ട് പറയാണ്, അപ്പച്ചാ ചാടാൻ പിടിച്ചോ. സ്തോത്രം. അവനൊരു ധൈര്യം ഈ അപ്പനിൽ വന്നു. അതാ വിശ്വാസം എന്ന് പറയുന്നത്. ദൈവത്തിനൊരു ധൈര്യം വരണമെങ്കിൽ ആശ്രയം കൊണ്ട് മാത്രമേ വരത്തുള്ളൂ, പ്രാർത്ഥന കൊണ്ട് മാത്രമേ വരത്തുള്ളൂ. പ്രസംഗം കേട്ടാൽ വിശ്വാസം മാത്രം വരത്തില്ല. പ്രാർത്ഥനയിലും ആശ്രയം കൊണ്ടാണ് എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ആ പ്രവാചകൻ പറയുന്നത്, ആശ്രയിക്കുന്നതിലും വിശ്രമിക്കുന്നതുമാണ് ബലം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൈക്കൽ ഫാരഡേ എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ, ഒരു ശാസ്ത്രജ്ഞനുണ്ടായിരുന്നു, മൈക്കൽ ഫാരഡേ. ഫാരഡേയ്സ് ലോ 1 and 2, 1ഉം 2ഉം അദ്ദേഹം എഴുതിയതാണ്. ഫിസിക്സ് പഠിക്കുന്നവർക്കറിയാം ഫാരഡേയ്സ് ലോസ്. സ്തോത്രം. മൈക്കൽ ഫാരഡേ നല്ല ഒരു വിശ്വാസിയായിരുന്നു. സ്തോത്രം. 80-ലധികം വയസ്സുള്ളപ്പോൾ പത്രപ്രവർത്തകര്, ന്യൂസ് റിപ്പോർട്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, മരണാനന്തരം നിങ്ങൾ ജീവിതത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. അതൊരു ഊഹമല്ലേ, അതൊരു ഊഹാഭോഗമല്ലേ? നിങ്ങൾ ഈ ഊഹത്തിൻ്റെ മുകളിൽ എത്ര നാൾ നിങ്ങൾ ജീവിക്കും? അദ്ദേഹം അവരോട് പറഞ്ഞു, ഊഹമോ അത് നിങ്ങൾക്കാണ്. വിറയ്ക്കുന്ന കൈ കൊണ്ട് താൻ പറഞ്ഞു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ഉയരത്തിൽ ജീവിക്കുന്നു. മരിക്കുന്ന സമയത്തും തൻ്റെ മരുമകനോട് താൻ പറഞ്ഞു, ആ പുസ്തകം എടുത്തുകൊണ്ട് വന്ന് ആ അധ്യായം നീ ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പം മരുമകനും സയൻറ്റിസ്റ്റായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഡാഡി വിച്ച് ബുക്ക് യു മെന്റ്? ഏത് ബുക്കാണ് നീ ഉദ്ദേശിക്കുന്നത്? ആയിരക്കണക്കിന് ബുക്കുകൾ നിൻ്റെ ലൈബ്രറി ഇരിക്കുന്നു, ഏത് ബുക്കാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന്, ബുക്കെന്ന് പറയാൻ കൊള്ളാവുന്ന ഒന്നേ ഉള്ളൂ, അത് ഈ കറുത്ത പേജുള്ള ബുക്കാണ്, ഇത് നീ വായിക്കണം. സ്തോത്രം. ഏത് അധ്യായമാണ് വായിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 കൊരിന്ത്യർ 5-ാം അധ്യായം വായിക്കാൻ പറഞ്ഞു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം മരുമകൻ വായിച്ചു. ഹല്ലേലൂയ. ഈ പുറമേ ഉള്ളത് ഞങ്ങൾ
ആമേൻ ഉരിഞ്ഞു കളഞ്ഞ് നിത്യമായ ഒരിട വാസസ്ഥലം ഞങ്ങൾക്ക് വേണ്ടിയുണ്ട്. ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫാരഡേ പറഞ്ഞെന്നാണ്, വായന നിർത്തരുത്. എത്ര ആശ്വാസം തരുന്ന വചനം! ഇത് വായിച്ച് കേട്ട് ഞാൻ മരിക്കട്ടെ, എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ മരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നോ തൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യാശ, തൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസം അവസാനം വരെ താൻ അതിൽ പിടിച്ചു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം ആമേൻ നമുക്ക് വർദ്ധിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് കഴിയണം. ആരുടെ വിശ്വാസമാണ് വർദ്ധിക്കുന്നത്? ആരാണ് വിശ്വാസത്തിൽ വർദ്ധിക്കാൻ ഇടയായിത്തീരുന്നത്? ആമേൻ. ഒന്ന്, കാണാത്തതിനു വേണ്ടി എബ്രായലേഖനം 11:11 ബേസിൽ ഞാൻ പറയാം. കാണാത്തതിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നവനാണ് വിശ്വാസി. ലോകം കാണുന്നതിനെ വിശ്വസിക്കുമ്പോൾ വിശ്വാസമുള്ളവൻ വിശ്വസിക്കുന്നവനെ അവൻ കാണുന്നു. ദൈവത്തിന് അതതിൻ്റെ വ്യത്യാസം. ലോകത്തിലുള്ള ആളെ കാണുന്നതിനെ വിശ്വസിക്കത്തുള്ളൂ. പക്ഷേ നമ്മൾ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 41 തൊട്ടുള്ള ചില വാക്യങ്ങൾ വായിച്ചിട്ട് 1 രാജാക്കന്മാർ 18:41 തൊട്ട്. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്തു കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനവൻ പിന്നെ 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവൻ, ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, നീ ചെന്ന് ആഹാബിനോട്, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിനെ രഥം പൂട്ടി ഇറങ്ങിപ്പോക എന്ന് ബോധിപ്പിക്കാമെന്ന് പറഞ്ഞു. കാണാത്തതിനെ ആമേൻ ചെവിക്കകത്ത് ആ വിടുതൽ നടക്കുമെന്ന് ആമേൻ വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവർക്ക് വിശ്വാസം വരത്തുള്ളൂ. വിശ്വാസം വരണമെങ്കിൽ 2 കാര്യം ചെയ്യണം. പ്രാർത്ഥിക്കുകയും വചനത്തിൽ ആമേൻ ധ്യാനിക്കുകയും ചെയ്യണം. സ്തോത്രം. വചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. ദൈവത്തിന്. ഇത് രണ്ടുമില്ലാത്ത ഒരാൾ 1000 പ്രസംഗം കേട്ടാലും കസേരയിൽ അനങ്ങാതിരിക്കത്തേ ഉള്ളൂ. എന്നാൽ പ്രാർത്ഥിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളുടെ അന്തരാത്മാവിൽ അത് ചലനമുണ്ടാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. വചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അന്തർഭാഗത്ത് ഭയങ്കര വ്യത്യാസം വരും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സകല ദുഷ്ടതയും എല്ലാ അഴുക്കും ആമേൻ നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോണമെങ്കിൽ ശ്രദ്ധിക്കുക, വചനം ഉൾനടണം, ഇംപ്ലാന്റ് ചെയ്യണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വചനം അകത്തോട്ട് ഇറങ്ങാമെങ്കിൽ സകല ദുഷ്ടതയും പുറത്തു വരുമെന്ന്. ദൈവത്തിന് സ്തോത്രം. വചനം വായിച്ചു വിടുകയല്ല, വചനം അകത്തൂടെ കയറി ഇറങ്ങണം. ദൈവത്തിന് സ്തോത്രം. റുമേനിയയുടെ ജയിലിൽ കിടന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 20-ാമത്തെ വയസ്സിൽ റുമേനിയയിലെ ജയിലിൽ അദ്ദേഹത്തെ അടച്ച 40-ാമത്തെ വയസ്സിലാണ് ജയിൽവാസം കഴിഞ്ഞ് അദ്ദേഹത്തെ പുറത്ത് ഇറക്കിയത്. അപ്പോൾ ഈ റുമേനിയയുടെ ജയിലിൽ കണ്ണാടി കൊടുക്കത്തില്ല, തടവ് പുള്ളികൾക്ക് കണ്ണാടി കൊടുക്കത്തില്ല. ഒരു പോലീസുകാരൻ വന്ന അദ്ദേഹത്തോട് പറഞ്ഞു, നാളെ നിന്നെ റിലീസ് ചെയ്യുകയാണ്. അപ്പം അദ്ദേഹം പോലീസിനോട് പറഞ്ഞു, ഒരു കണ്ണാടി എനിക്ക് തരാമോ? ഒരു കണ്ണാടി. അദ്ദേഹം അങ്ങനെ ഒരു കണ്ണാടി സംഘടിപ്പിച്ച് ഈ ജയിൽ കിടക്കുന്ന മനുഷ്യന് കൊടുത്തു.
20-ാമത്തെ വയസ്സിൽ ഈ ജയിലിൽ കയറിയതാണ്. 20 വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ ആദ്യമായിട്ടാണ് ഈ കണ്ണാടി നോക്കുന്നത്. കണ്ണാടി നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഭയങ്കരമായി നിലവിളിച്ചെന്നാണ്. അയ്യോ എന്ന് അദ്ദേഹം നിലവിളിച്ചു. പോലീസുകാർ ഓടി വന്നു. 20 വർഷം മുമ്പ് കണ്ട മനുഷ്യനല്ല ഈ കണ്ണാടിയിൽ. കണ്ണു കുഴിഞ്ഞ് കവളൊട്ടി മെലിഞ്ഞ് ആളറിയാത്ത വിധത്തിലായി. സ്തോത്രം. ഞാൻ എന്തിനാ ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നത്? ദൈവവചനം കണ്ണാടിയാണ്. സ്തോത്രം. ദിവസവും രാവിലെയും വൈകിട്ടും ഇതിൽ കൂടെ നീ നോക്കണം. നോക്കിയിട്ട് മുറിക്കകത്തിരുന്ന് നീ നിലവിളിക്കണം. അയ്യോ എന്ന് നിലവിളിക്കുന്നവൻ മാത്രമേ നിത്യതയിലെത്തത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രസംഗം കേൾക്കുന്നവർ നിത്യതയിൽ പോകത്തില്ല. ഈ വചനമെന്ന കണ്ണാടിയിലൂടെ കണ്ട് വാശി, കോപം, വൈരാഗ്യം, ദ്വന്ദ്വവശം, ആമേൻ, വേണ്ടാത്ത കാര്യങ്ങൾ, പ്രൈഡ്, ഈഗോ, ഇത് മുഴുവനും മരിപ്പിക്കുന്നെങ്കിലേ നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ആളുകൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ട്. ഉണർവാണ് എല്ലാം എന്നൊരു ചിന്തയുണ്ട്. സ്തോത്രം. അത് തെറ്റാണ്. ഉണർവ് നമുക്ക് വേണം. പക്ഷേ അടിമൂടി ജീവിതത്തിൽ വ്യത്യാസം വരുന്ന ആളുകൾ മാത്രമേ കാഹളത്തിങ്കൽ രൂപാന്തരപ്പെടുകയുള്ളൂ. ദൈവത്തിന് അത് നമ്മൾ പ്രസംഗിക്കാറില്ല. ഞാൻ പറയുന്നു, പുതിയ നിയമം ലേഖനങ്ങൾ വളരെ ആഴമായി നമ്മുടെ സഭയിൽ പഠിപ്പിക്കണം. വളരെ ആഴമായി ലേഖനങ്ങൾ പഠിപ്പിക്കണം. ഉണർവ് മാത്രമല്ല നമുക്ക് വേണ്ടിയത്, ആഴമായ വ്യത്യാസം നമ്മുടെ അകത്ത് വരുമ്പോഴാണ് ദൈവാനുരൂപമായി നമ്മൾ വ്യത്യാസപ്പെടാൻ പോകുന്നത്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഒരു സ്തോത്രം പറഞ്ഞാട്ട് ദൈവത്തിന്. കാണാത്തതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഏലിയാവ് ഒരു പുസ്തകം ബൈബിളിൽ എഴുതിയിട്ടില്ല. പക്ഷെ ഏലിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ എന്ന ഏലിയാവിനെ അറിയാവുന്നു. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ, ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഈ കർമ്മേലിൻ്റെ കൊടുമുടിയിൽ പോയി പ്രാർത്ഥിക്കാനിടയായിത്തീർന്നു. സ്തോത്രം. ആ കൊടുമുടിയിൽ കയറി 24 മണിക്കൂറും മുഴങ്കാലിലിരുന്ന് ഈ ദൈവഭൃത്യൻ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, മഴയുടെ മുഴക്കമുണ്ട്, മഴയുടെ മുഴക്കമുണ്ട്. പ്രാർത്ഥിക്കുന്നവനെ ഇന്ന് രാവിലെ മഴയുടെ മുഴക്കം കേൾക്കത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവനെ ഇന്ന് രാവിലെ ഉണർവിൻ്റെ ശബ്ദം കേൾക്കത്തുള്ളൂ. IPC പ്രെയർ സെൻ്ററോ ഈ ദിവസങ്ങളോ റിവൈവലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അധികം താമസിക്കാതെ നിങ്ങളുടെ കാതുകളിൽ മഴയുടെ മുഴക്കം നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ. അദ്ദേഹമാണ് തൻ്റെ ആമേൻ ആളിനോട് പറഞ്ഞത്, നീ പോയി നോക്ക്, മഴയുടെ മുഴക്കമുണ്ട്. 6 പ്രാവശ്യം താൻ പോയി നോക്കിയിട്ട് വന്നിട്ട് ഏലിയാവിനോട് പറഞ്ഞു, ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവനൊരു ഉറപ്പുണ്ട്, നിശ്ചയമായും ഒരു മേഘം ഇതിൻ്റെ പുറകിലുണ്ട്. ഓ ദൈവസഭ പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളോട് പറയുകയാണ്, ഉണർവിൻ്റെ ഒരു മേഘം ഇതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട്. ദൈവത്തിന് അധികം താമസിക്കാതെ ഒരു വലിയ മഴ IPC പ്രെയർ സെൻ്ററിൽ പെയ്തിറങ്ങുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നവരാ കൈകളടിച്ച തിരുവല്ല കാണാത്ത ഉണർവ്, ചരിത്രം കാണാത്ത ഉണർവ് പ്രാർത്ഥിക്കുന്ന പ്രെയർ സെന്ററിൽ ദൈവത്തിന് അയക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. എലിയ പറഞ്ഞു, അല്ല 6 പ്രാവശ്യം ഒന്നുമില്ലെങ്കിലും 7-ാം പ്രാവശ്യം ആമേൻ മേഘമുണ്ട്. 7-ാം പ്രാവശ്യം അദ്ദേഹം ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ട്, കൈപ്പത്തി പോലൊരു മേഘം. 3.5 കൊല്ലത്തെ ഉണക്കു മാറ്റാൻ കൈപ്പത്തി പോലൊരു മേഘം മതിയായിരുന്നു. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്.
ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, വലിയ മഴയുടെ മുഴക്കമുണ്ട്. പ്രാർത്ഥിക്കുന്നവർ പറയും വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന്. ഒന്നും നടക്കത്തില്ലെന്ന് പറയുന്ന ചില ആളുകളുണ്ട്, അവരൊട്ടും പ്രാർത്ഥിക്കാത്തവരാ. എന്നാൽ പ്രാർത്ഥനാ ജീവിതം ഉള്ളവർ ഇന്ന് രാവിലെ പറയും, തിരുവല്ലായിൽ വലിയ മഴയുടെ മുഴക്കമുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വലിയ പ്രതികൂലങ്ങൾ ദൈവസഭയുടെ മുമ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആമേ, സ്വാതന്ത്ര്യം കുറയാൻ പോവുകയാണ്. എന്നാൽ അതിന്റെ നടുവിൽ ഞാൻ വിളിച്ചു പറയാം, വലിയ മഴയുടെ മുഴക്കോ. ഓ റാബാദാലാക്ഷാദാരാദിയ ഗ്ലോറി ഓരി 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 ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ഓ പ്രൈസ് ദി ലോർഡ്. ആഹാബിനോട് പറഞ്ഞു, നീ രഥം പൂട്ടി പുറപ്പെടാൻ പറഞ്ഞു. ആഹാബ് രഥം പൂട്ടി ഓടി പോയെന്ന ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവയ്ക്കാം. ആഹാബ് രഥം പൂട്ടി ഓടിപ്പോയപ്പോൾ ഏലിയാവിനോട് ഈ ആഹാബ് ഒന്ന് ചോദിച്ചില്ല, വലിയ മഴയല്ലയോ, നീ നനയുമല്ലോ, എൻ്റെ കൂടെ രഥത്തെ ഞാൻ വിട്ടേക്കാം എന്ന് അയാൾ പറഞ്ഞില്ല. അയാൾ പറയത്തില്ല. കാരണം എന്താ? മോസ്റ്റ് വിക്കറ്റ് കിങ് ഓഫ് ഇസ്രയേൽ എന്ന ആഹാബിനെ കുറിച്ച് പറയുന്ന സ്തോത്രം. ഇസ്രയേലിലെ ഏറ്റവും ദുഷ്ടനായ രാജാവ് ആഹാബ് ചോദിച്ചില്ല. ചിലപ്പോൾ അതിനകത്ത് ഏലിയാവിന് ഇച്ചിരി പ്രയാസവും വന്നു കാണും. ഇത്രയും നല്ല രഥം ഉള്ള മനുഷ്യന് എന്നോട് ചോദിച്ചില്ലല്ലോ വരുന്നോന്ന്. സ്തോത്രം. ദൈവം പറഞ്ഞു, ഭാരപ്പെടണ്ട, ഭാരപ്പെടണ്ട, അതിൻ്റെ മുന്നമേ നിന്നെ ഞാൻ ഓടിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം തൻ്റെ വലിയ കൈ നീട്ടി. ഓ ആമേൻ. ഏലിയാവിന്റെ കാലിൽ ദൈവം തൊട്ടപ്പോൾ അവന്റെ രഥത്തിന് മുന്നേ അവന്റെ രഥത്തിന് മുമ്പ് ഇന്ന് രാവിലെ ദൈവം കൈ നീട്ടി നിന്നെ തൊട്ടാൽ നീ ബലവാനാകും, നീ ബലവാനാകും. ഓ ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, പുഷ്പഗിരി മെഡിക്കൽ കോളേജും ബിലീവേഴ്സും ആമേൻ തരാത്ത ബലം പ്രാർത്ഥിക്കുന്നവരിൽ ദൈവം ഇന്ന് രാവിലെ പകരും. അവന്റെ ബലമുള്ള കയ്യോ നിന്നെ തൊട്ടാൽ നിന്റെ ബലഹീനത ഈ രാവിലെ മാറും. ഓ ഗ്ലോറി 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 ഗ്ലോറി. ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുക. നിന്റെ ബലഹീനത ഇന്ന് രാവിലെ മാറാൻ പോവാ. നീ ക്ഷീണിച്ചാ വന്നത്, പക്ഷേ ദൈവം നിന്നെ തൊടാൻ പോവാ. ദൈവം നിന്നെ തൊടാൻ പോവുക. ഗ്ലോറി 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 ഗ്ലോറി. തമ്പുരാന്റെ വലിയ കയ്യ് കൃഷകത്രനായ ഏലിയാവിന്റെ കാലെ തൊട്ടപ്പോൾ ഏലിയാവ് ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ, ആഹാബിന്റെ രഥത്തെക്കുറിച്ച് ഞാനൊന്ന് വായിച്ചു. ആഹാബിന്റെ രഥം 7 കുതിരയെ കെട്ടിയ രഥമായിരുന്നെന്ന്. 7 കുതിര, ഏറ്റവും മുമ്പിൽ ഒരു കുതിര, പിന്നെ 2 കുതിര, അതിൻ്റെ പുറകിൽ 2 കുതിര, അതിൻ്റെ പുറകിൽ 2 കുതിര, 6 1 7 ഏറ്റവും വലിയ കഴിവുള്ള സ്ട്രോങ് ആയിട്ടുള്ള കുതിരയെ കെട്ടി. ബെസ്റ്റ് ചാരിയറ്റ്സും ഏറ്റവും നല്ലോടൊക്കെ രഥം ഓടിക്കുന്നയാളുമായിരുന്നു ആഹാബിൻ്റെ കുതിരച്ചേവകൻ. എന്നാൽ അയാൾ അത്ഭുതപ്പെട്ടെന്നാണ്, 7 കുതിരയുടെ മുമ്പിൽ കൃഷയാത്രനായ ഒരു മനുഷ്യൻ അങ്കി അരയി ചുറ്റി കുതിരയുടെ മുമ്പിലോ അവൻ ഓടുന്ന കണ്ടപ്പോൾ ആഹാബ് ഞെട്ടിപ്പോയി. ഇന്ന് രാവിലെ ആർക്കുമില്ലാത്ത ഒരു ബലം, ആർക്കുമില്ലാത്ത ഒരു ബലം നിന്റെ ശരീരത്തിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പകരും. നീ ഏത് രോഗമുള്ള വ്യക്തിയാണെങ്കിലും ഇന്ന് രാവിലെ ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സ്പർശിക്കും. നീ ബലവാനായി മാറും. ആമേൻ. ഒരടയുടെ ബലം കൊണ്ട് 40 രാവും
40 പകലും ഹോരേബോളം ഓടുവാൻ നടക്കാൻ ഏലിയാവിന് ബലമുണ്ടായി. ഒരാട ഈ ലോകത്തിലുള്ള മുഴുവൻ ഹോർലിക്സും ബോൺബിറ്റയും നമ്മൾ കുടിച്ചാലും കാലും അങ്ങത്തില്ല. എന്നാൽ തമ്പുരാൻ ഇന്ന് രാവിലെ നിന്നെ തട്ടിയാൽ, ഒരു പുതിയ അട നിനക്ക് തന്നാൽ, ഓ ഹല്ലേലൂയ, നിന്റെ കാലിൻ്റെ ആർത്രൈറ്റിസ് മാറും, നിന്റെ മുട്ടിൻ്റെ വേദന ഈ രാവിലെ മാറും. ഓ, നിന്റെ നടുവിൻ്റെ ഞരമ്പുകളെ ദൈവം തൊടും. നിന്റെ മുട്ടിന് ഓപ്പറേഷൻ ഇല്ലാതെ, ഓ ഹല്ലേലൂയ, ഏത് വലിയ ആർത്രൈറ്റിസ് ആണെങ്കിലും ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിടുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എന്നെ വണ്ടി ഓടിക്കാൻ സഹായിച്ച ഒരു ഡ്രൈവറുണ്ട്. ഇന്ന് രാത്രി അദ്ദേഹം വരും. അനീഷ് നായർ കുമാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ ഹൈന്ദവൻ, ഹിന്ദു നായരായിരുന്നു. എന്നാൽ 2 കാലും തളർന്ന്, മെനഞ്ചൈറ്റിസ് എന്ന് പറയുന്ന രോഗത്താൽ 2 കാലും തളർന്ന് ഒരു ഭിത്തിയോട് ചേർത്ത് വെച്ച് കെട്ടി മരണം കൊതിച്ചു കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ്. എന്നാൽ മർത്തോമായിലെ ഒരച്ഛന് ആരോ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ മരിക്കാൻ കയറ് കെട്ടി വീട്ടിൽ കഴിയുകയാണ്. ഈ അച്ഛന് അവിടെ ചെന്നിട്ട് യേശുവിനെ കുറിച്ച് ഇവനോട് പറഞ്ഞു. യേശു രക്ഷിതാവാണെന്നും യേശു സൗഖ്യദായകനാണെന്നും. എന്നിട്ട് അച്ഛൻ ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പി അവന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വായിക്കണം. അച്ഛൻ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അച്ഛൻ വണ്ടിയെ കയറിയപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, തൻ്റെ കാലേക്കൊരു ശക്തി മുകളിലോട്ട് കയറി. മരിക്കാൻ കയറിട്ട് വിൻഡോയിൽ കെട്ടിവെച്ചവൻ്റെ കാലേക്കൂടെ ശക്തി കയറി തലച്ചോറ് വരെ ദൈവശക്തി ചെന്നു. അവൻ ചാടി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഒരു നായർ തറവാട്ടിൽ ജനിച്ച മനുഷ്യൻ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ അവന്റെ അസ്ഥിക്കകത്തൂട് അത് എഴുന്നേറ്റ് നടന്ന് തന്നെ ചികിത്സിച്ച ന്യൂറോ സർജന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ആമേൻ, യേശു എന്നെ സൗഖ്യമാക്കി. ന്യൂറോ സർജൻ മരിക്കാൻ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ആ ഡോക്ടർ എന്നെ കയറി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കിയത് മരുന്നല്ല, ദൈവത്തിന്റെ ശക്തിയാണ്. ഗ്ലോറി, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാവിലെ ഈ ഹോളിന്റെ അകത്ത് ദൈവശക്തി മൂവ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അത്ഭുതങ്ങളുടെ ദൈവമാണ്. ക്യാൻസർ രോഗം വന്ന് മരിക്കാൻ കിടന്ന പലരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. സ്തോത്രം. 4th സ്റ്റേജ് കഴിഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ കൊണ്ട് മരിക്കാൻ കിടന്ന പല സഹോദരിമാരും ആമേൻ അത്ഭുതകരമായി ദൈവം എഴുന്നേൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവം ഞങ്ങളുടെ ചർച്ചിൽ 2 കുടുംബങ്ങളെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. 16-18 വർഷം കഴിഞ്ഞു. ഇന്നും അവർ ആരോഗ്യത്തോടെ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. 2004 ആഫ്രിക്കയിലെ എത്യോപ്യയിൽ നമ്മുടെ നെടുമ്പറത്തെ പാഷ കേസി ജോണും അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായി എത്യോപ്യയിൽ ഒരു മിഷൻ ട്രിപ്പ് നടത്തി. എത്യോപ്യയിലെ ഒരു മുനിസിപ്പൽ ഗ്രൗണ്ടിൽ വെച്ചാണ് യോഗം നടക്കുന്നത്. 50,000-ലധികം ആളുകൾ ആ യോഗത്തിൽ പങ്കെടുത്തു. അവിടെ യോഗം നടക്കുന്നത് രാവിലെയല്ല, വൈകിട്ടാണ്. സ്തോത്രം.
അപ്പോൾ അവിടുത്തെ ലീഡറിനോട് ഞാൻ ചോദിച്ചു, വൈകിട്ട് എന്താ യോഗം വെക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, 30-ലധികം മൈല് നടന്നാണ് ഈ മനുഷ്യർ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. രാവിലെ നടക്കാൻ ഇറങ്ങിയാൽ വൈകിട്ട് 5 മണിക്ക് ഗ്രൗണ്ടിലെത്തത്തുള്ളൂ. ചെരുപ്പില്ല, കുടയില്ലാതെ. ആമേൻ. 50,000 ആളുകൾ ആ യോഗത്തിലുണ്ടായിരുന്നു. ഞാൻ പറയാൻ വന്നേ അതല്ല, ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അവിടെ കൈ ഓർത്ത് പിടിച്ചാണ് അവർ ആത്മാവിലാകുന്നത്. കൈ ഓർത്ത് പിടിച്ച് ആഫ്രിക്കക്കാർ ഒരുമിച്ച് ആത്മാവിലാകുമ്പോൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടോ ട്യൂമർ പൊട്ടി രോഗികൾ സൗഖ്യമാകുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട്. കാറയിലാണ് വരുന്നത്. ആമേൻ. എന്നാൽ നമുക്ക് ആരാധിക്കാൻ പ്രയാസമാണ്. ആ ആരാധനയുടെ നടുവിൽ എത്രയോ അത്ഭുതങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ കാലം നിന്നിട്ടില്ല. ഇന്ന് രാവിലെയും വിശ്വസിക്കുന്നവനെ ദൈവം വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏലിയാവിൻ്റെ തളർന്ന അവൻ്റെ ശരീരത്തെ ദൈവം തൊട്ടു. ഗുഹയ്ക്കകത്ത് കയറിയിരുന്നവന് ദൈവം പിടിച്ചിറക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. പിശാച് നിന്നെ നിരാശയോട് ഗുഹയ്ക്കകത്ത് കയറ്റുമ്പോൾ ദൈവാത്മാവ് നിന്നെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ട് നിന്റെ ശുശ്രൂഷ അവസാനിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് പുതിയ അഭിഷേകം ചെയ്യുന്നതാണ് ദൈവം. ദൈവത്തിന് ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ മടക്കി അയക്കും. എവിടെ നീ ഇന്ന് പിശാച് നിന്നെ ഓടിച്ചോ അവിടേക്ക് ദൈവം നിന്നെ 6 മാസത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് നിന്നെ മടക്കി അയക്കാൻ പോവുകയാണ്. നീ തോറ്റെന്ന് വിചാരിക്കണ്ട. ഇന്ന് രാവിലെ ഏലിയാവിൻ്റെ ദൈവം നിന്റെ ശരീരത്തെ തൊടാൻ പോകുന്ന ദിവസമാണ്. ഗ്ലോറി 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 ഗ്ലോറി. Glory, 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 glory. തളർന്ന മനസ്സിന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് തൊടുമ്പോൾ നിനക്ക് ഇരട്ടി ബലം ദൈവം തരും. സ്തോത്രം. ഏലിയാവേ, നീ നിരാശനായി ചൂരച്ചെടിയുടെ കീഴിൽ മരിക്കേണ്ടിയവനല്ല. നിന്റെ ശുശ്രൂഷയുടെ കാലം തീർന്നിട്ടില്ല. നിന്റെ അഭിഷേകം വർദ്ധിക്കാൻ പോകുകയാണ്. നിന്നെ കൂടെ പുതിയ ആത്മാക്കൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ്. പുതിയ പയനിയർ വർക്കുകൾ ദൈവം നിന്നിലൂടെ ആരംഭിക്കും. എലിയാവിൻ്റെ മനസ്സിന്, തളർന്ന അവൻ്റെ മനസ്സിന്, നിരാശയുള്ള അവൻ്റെ മനസ്സിന് ദൈവം തൊടുകയാണ്. എന്നാൽ പത്രോസിൻ്റെ മനസ്സിനെ അല്ല ദൂതൻ തട്ടിയത്. ഏലിയാവിൻ്റെ മനസ്സിനെ തട്ടിയ ദൂതൻ പത്രോസിൻ്റെ ചങ്ങല അഴിച്ചു. അവൻ്റെ പുറത്താണ് തട്ടിയത്. 16 പേരുടെ കാവൽ കീഴിൽ 4 ചങ്ങല ധരിച്ച് കിടന്ന മനുഷ്യൻ സുഖമായി ഉറങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ദൈവത്തിലുള്ള ധൈര്യവും പ്രത്യാശയും. നമ്മളാണെങ്കിൽ ചെറിയ ഒരു സ്വപ്നം കണ്ടാൽ മതി, ഉറങ്ങത്തില്ല. എന്നാൽ 16 പേരുടെ മുമ്പിൽ ചങ്ങലയിൽ കിടന്ന് പത്രോസ് ഉറങ്ങി. കാരണം ഒരു ദൂതുണ്ട്, നീ പ്രായമാകുമെന്ന്. സ്തോത്രം. വൃദ്ധനാകുമെന്ന്. ദൈവത്തിലുള്ള ആ ധൈര്യവും വിശ്വാസവും. 16 പേരും ഫ്രോസണാക്കിക്കൊണ്ട് ദൂതൻ തട്ടിയപ്പോൾ 2-3 കാര്യം ദൂതനോട് പറഞ്ഞു. ഗെറ്റ് അപ്പ്, ഗെറ്റ് റെഡി ആൻഡ് ഗെറ്റ് ഔട്ട്. സ്തോത്രം. എഴുന്നേക്ക്, ഒരുങ്ങി പുറത്ത് വരിക. ആമേൻ. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ഒരു കാര്യം പറയാം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചലനം സഭയിൽ വരുമ്പോൾ ആരാധിച്ചോണം. സ്തോത്രം. കാരണം ചങ്ങല കഴിയും. അന്നേരം എഴുന്നേറ്റോണം. അന്നേരം പുറത്തു വരണം. നിന്റെ മുമ്പിലുള്ള 3 വാതിലും ദൂതൻ ഇന്ന് രാവിലെ തുറക്കും. Glory, 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 glory.
എത്ര വാതിൽ അടച്ചാലും ആത്മാവ് പറയുന്നു ഈ മാർച്ച് മാസത്തിന് മുമ്പ് ചില ഗേറ്റ് ദൈവം തുറന്ന നിനക്ക് വേണ്ടി യാത്ര ദൈവം തരും. Glory to God, glory to God. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, സ്വപ്നം കാണുന്നവനെ പോലെ പത്രോസായിരുന്നു. സ്വപ്നം നടക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ആ ദൂത് പറയാം. സ്വപ്നം കാണുന്ന പോലെ ഒരു വിടുതൽ ദൈവം നിനക്ക് തരും. ഇത് നടക്കുന്നോ എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയാതെ, ഹല്ലേലൂയ, എന്റെ വീട്ടിൽ നടക്കുന്നു, എന്റെ കുടുംബത്തിൽ നടക്കുന്നു, എന്റെ തലമുറയിൽ നടക്കുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലോ ദൂതൻ നിന്റെ വീട്ടിൽ ദൈവം നമ്മളെ തൊട്ടാൽ നമുക്ക് ഭയങ്കര വിടുതൽ വരും. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ സാക്ഷ്യം പറഞ്ഞു, ദൈവം അത്ഭുതകരമായി സൗഖ്യമാക്കിയത്. 3 മാസം കംപ്ലീറ്റ്ലി പാരലൈസായി ബെഡ് റിഡനായി കിടക്കയിൽ കിടക്കുകയാണ്. 2 പ്രാവശ്യം സർജറി ബൈക്കിന് ചെയ്യാനായിട്ട് ആമേൻ സ്കെഡ്യൂൾ ചെയ്തതാണ്. എന്നാൽ ഡോക്ടർമാർ 2 പ്രാവശ്യം സർജറി ചെയ്തില്ല. കാരണം ടെമ്പറേച്ചർ കൂടുതലാണെന്ന് പറഞ്ഞ് 2 പ്രാവശ്യവും ക്യാൻസൽ ചെയ്തു. എൻ്റെ വൈഫിൻ്റെ ബ്രദറ് സാറാക്കോവിൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം ഒരു കാർഡിയോളജിസ്റ്റാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 2 പ്രാവശ്യവും സർജറി നടന്നില്ലല്ലോ, ഒരുപക്ഷെ ദൈവത്തിന് ഇതിലൊരു ഉദ്ദേശം കാണും. സ്തോത്രം. ആമേൻ. പ്രാർത്ഥിക്കുക. 3 മാസമായി അനങ്ങാൻ കഴിയത്തില്ല, അതിവേദനയിൽ നിലവിളിക്കുകയാണ്. 3 മാസം പ്രായമുള്ള ഞങ്ങളുടെ മൂത്ത മകന് 3 മാസമേ പ്രായമുള്ളൂ. ആമേൻ. കുഞ്ഞിനെ നോക്കാനോ കഴിയത്തില്ല. ഞാൻ എൻ്റെ വൈഫിൻ്റെ മാതാവിനെ കൊണ്ടുവന്നാണ് കുഞ്ഞിനെ നോക്കിയത്. ആമേൻ. 3 മാസം അതിഭയങ്കര വേദന, തിരിയാനോ മറിയാനോ കഴിയത്തില്ല. ആമേൻ. സ്തോത്രം. ഒരു ദിവസം രാത്രിയിൽ പാസ്റ്റർ ബെദേൽ പി ജേക്കബ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരു സഹോദരി ആത്മാവിൽ പ്രവചിച്ചത് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെങ്കിൽ ഇന്ന് രാത്രി അത്ഭുതം നടക്കും. ദൈവത്തിന് അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ വൈകിട്ട് സമയം ഉച്ച കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന് രാത്രി എൻ്റെ വീട്ടിൽ വരിക. അതത്ര അടുത്തല്ല, 3.5 മണിക്കൂർ പ്ലെയിൻ കയറിയെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നിടത്തുനിന്ന് എൻ്റെ അടുത്ത് വരത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അതൊന്നും സാരമില്ല, ദൈവം എന്നോട് പറഞ്ഞതാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ വരും. ദൈവത്തിന് സ്തോത്രം. രാത്രി 11 മണിയായപ്പോൾ വേറൊരാളെ വിളിച്ചുകൊണ്ട് വേറൊരു എയർപോർട്ടിൽ ഇറങ്ങി അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നു. സ്തോത്രം. മുകളിലത്തെ നിലയിലാണ് എൻ്റെ ഭാര്യ, റൂമെല്ലാം മുകളിലാണ്. താഴത്തെ റൂമിലിരുന്നാണ് ഈ ദൈവദാസൻ, വേറെ ചില ദൈവമക്കളുണ്ട് പ്രാർത്ഥിക്കാൻ. അദ്ദേഹം ഒരു കസേരയിലിരുന്ന് വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നു. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. വളരെ ചെറുക കസേര ഇരുന്നുകൊണ്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ഇന്നുമുണ്ട്. അത്ഭുതങ്ങൾ നിന്നുപോയിട്ടില്ല. ആമേ. സ്തോത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പാരലൈസായി തറയിൽ കിടക്കുകയാണ്. ചോടി എഴുന്നേറ്റ് ആത്മാവിൽ അന്യഭാഷ പറയാൻ തുടങ്ങി. എന്നിട്ട് അവൾ പറഞ്ഞു, ഒരു ദൈവദൂതന് അവൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു വടി കൊണ്ടുവന്ന് ആ വടിയുടെ അറ്റത്തൊരു തീയുണ്ട്, എൻ്റെ നടുവിന് തൊട്ടു. ഹല്ലേലൂയ. ഓ രാമ ശാന്ത റിയോ. ഞാൻ ഈ രാവിലെ കഥയല്ല പറയുന്നത്, വചനം കേൾക്കുമ്പോൾ നിന്റെ ശരീരത്തെ ഓ രാമ ശാന്ത രാധ ഇന്ന് രാവിലെ വിശ്വസിക്കുക, നിന്നെ തൊടുന്ന ഒരു ദൂതൻ ഈ കൂട്ടത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 31 വർഷം കഴിഞ്ഞു. ഈ സംഭവം നടന്നിട്ട് 31 വർഷം കഴിഞ്ഞു.
2 കാലിൽ നിൽക്കത്തില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയെടുത്ത് 31 വർഷം ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്തു, അനേക സഭകളിൽ ശുശ്രൂഷിക്കുവാൻ, അനേകരെ ടേക്ക് കെയർ ചെയ്യുവാൻ, ഫുൾ ടൈം ജോലി ചെയ്ത് ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുവാൻ 31 വർഷം ആ നടുവിന് ദൈവം ബലം കൊടുത്തു. ദൈവത്തിന് ഈ രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നരിയാണികളെ ഉറപ്പിക്കുന്ന ദൈവം ഇന്ന് രാവിലെ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ലുദിയയിൽ അമ്മയുടെ ഉദരം തൊട്ട് പൂവാമേൽ മുടന്തനായ മനുഷ്യന് മുഖത്തേക്ക് പൗലോസ് സൂക്ഷിച്ചു നോക്കി. അവന്റെ മുഖത്ത് ഒരു വിശ്വാസം അവന്റെ മുഖത്തോട്ട് പൗലോസ് നോക്കിയപ്പോൾ പൗലോസിന് മനസ്സിലായി അവന്റെ മുഖത്ത് വിശ്വാസമുണ്ടെന്ന്. അകത്ത് വിശ്വാസമുള്ളവൻ്റെ മുഖത്താ വിശ്വാസം വരുന്നത്. ആമേൻ. നിനക്ക് എഴുന്നേറ്റ് നടക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കെന്ന് പറഞ്ഞ് അവൻ്റെ കൈക്ക് പിടിച്ചപ്പോൾ അമ്മയുടെ ഉദരം തൊട്ട് കാലൊരിക്കലും നിലത്ത് കുത്താത്തവൻ്റെ നരിയാണി ദൈവം ഉറപ്പിക്കുവാൻ വിശ്വാസത്തിന് ശക്തി. ഓ ഗ്ലോറി 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 ഗ്ലോറി. നിന്റെ ഉറയ്ക്കാത്ത നരിയാണി ഇന്ന് രാവിലെ ദൈവാത്മാവ് തൊടുമ്പോൾ ഗ്ലോറി 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 ഗ്ലോറി. നമ്മൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ ദൈവം അത് ചെയ്യും. 6 വയസ്സ് 5 or 6 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഒരു മാതാവും പിതാവും ഒരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഈ പെൺകുഞ്ഞാണ് ജനിച്ച നാളിൽ പോലെ ഇതിൻ്റെ തലയോട്ടിയിരിക്കുക, തല ഉറച്ചിട്ടില്ല. കൈ നമ്മളെ വെച്ചാൽ കൈ താണുപോകും. അവസാനം ന്യൂറോളജിസ്റ്റ് പറഞ്ഞു സർജറി വേണം, തലച്ചോറ് തലയ്ക്ക് സർജറി ചെയ്യണം. ഈ പേരൻസ് ഭയങ്കരമായി ഭാരപ്പെട്ട് രാത്രി ഒരു 10 മണിയായപ്പോൾ എന്നെ വിളിച്ചു, നാളെ രാവിലെ മോടെ സർജറിയാണ്, പക്ഷെ നിങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വരട്ടെ, ഈ മോടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? അത് വിശ്വാസമാണ് സഹോദരം. രാത്രി ഭാര്യയും ഭർത്താവ് ഈ കൊച്ചിനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു. വിശ്വാസത്തിൻ്റെ വചനം പറഞ്ഞ് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടു. നീ കേൾക്കണോ? രാവിലെ ഈ കുഞ്ഞിനെ സർജറിക്ക് കൊണ്ടുപോകാൻ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തല ഉറച്ചു. ഹല്ലേലൂയ. അന്ന് പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന യാത്രയിൽ അതിൻ്റെ തലച്ചോറ് ദൈവം ഉറപ്പിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിന്നോട് ദൈവാത്മാവ് പറയുകയാണ്, നീ മടങ്ങി പോകുന്ന യാത്രയിൽ സൗഖ്യം നടക്കും. ഹല്ലേലൂയ. ഓ കൈയടിച്ച ദൈവത്തെ സൂചിച്ചാട്ട്. ഗ്ലോറി 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 ഗ്ലോറി. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ ഹല്ലേലൂയ. അതൊരു വിശ്വാസമാണ്, അതൊരു വിശ്വാസമാണ്. അവർ പ്രതീക്ഷയോടാണ് ആമേ സ്തോത്രം പ്രാർത്ഥിക്കാനായിട്ട് വന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയാം, പ്രതീക്ഷിക്കുന്ന വിശ്വസിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോയി നിന്നാൽ മതി. സ്തോത്രം. പ്രാർത്ഥിക്കുക പോലും വേണ്ട, വിശ്വാസമുള്ളവൻ്റെ വീട്ടിൽ ചെന്ന് നിന്നാൽ മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പലർക്കും പാസ്റ്റർ സാം ജോർജിനെ അറിയാം. ഒരിക്കൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിഭയങ്കര തലവേദനയാണ്, ആമേൻ, മരുന്നെടുത്തിട്ടും തലവേദന പോകുന്നില്ല. അപ്പോൾ അദ്ദേഹം താമസിക്കുന്ന വീട്ടിലോട്ട് ഒരു ദിവസം യാത്രയുടെ നടുവിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നതേ ഉള്ളൂ. ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. അദ്ദേഹം പറഞ്ഞു, ദൈവദാസൻ എൻ്റെ വീട്ടിൽ കാല് വെച്ചപ്പോഴേ എൻ്റെ തലവേദന സൗഖ്യമായി. ദൈവത്തിന് വിശ്വസിക്കുന്നവൻ്റെ മേലാണ് ദൈവം സൗഖ്യം വഹിക്കുന്നത്. വിശ്വാസമാണല്ലോ നിങ്ങളുടെ തീം. ഇന്ന് രാവിലെ പ്രയർ സെൻ്ററിലുള്ള ദൈവമക്കൾ
പോഷന്മാരെ പോലെ, വിഡ്ഢികളെ പോലെ ദൈവവചനത്തെ വിശ്വസിക്കുക. ഇവിടെ മിറക്കിൾ നടക്കും, ഇവിടെ മിറക്കിൾ നടക്കും. ഹല്ലേലൂയ. Glory, 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 glory. Praise the Lord. 7 കുതിരയുടെ മുമ്പിൽ ഏലിയ ഓടി. ഈ രഥത്തേക്കാൾ വലിയ രഥത്തിലാണ് ദൈവം അവനെ വീട്ടിലെത്തിച്ചത്. ഏലിയാവ് എത്തിയ മഴ പെയ്യുന്നതിന് മുമ്പേ എത്തി അവിടെ. ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. നീ അവൻ്റെ രഥത്തിൽ ആശ്രയിക്കണ്ട, നീ എന്നിൽ ആശ്രയിച്ചാൽ മതി. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ വ്യത്യാസപ്പെടുത്തിയത് എന്താ? പ്രാർത്ഥന, പ്രയർ. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ആമേൻ അദ്ദേഹം കയറി ഇരിക്കുക. ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 13 തൊട്ടുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ചായിട്ട്. 5:13 തൊട്ടുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവന് എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കഷ്ടം അനുഭവിച്ചാലും സുഖം അനുഭവിച്ചാലും പാട്ടുപാടിയാലും പ്രാർത്ഥിച്ചാലും എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? അതിലൂടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. ഹല്ലേലൂയ. നമുക്ക് നല്ല സുഖം തോന്നുന്നെങ്കിൽ നിങ്ങൾ പാട്ട് പാടിക്കൂ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം. അല്ല, കഷ്ടതയാണെങ്കിൽ പെറുപെറുക്കരുത്, പ്രാർത്ഥിക്കുക, ദൈവനാമം മഹത്വപ്പെടും. ദൈവത്തിന് സ്തോത്രം. നാട്ടിലായിരുന്നപ്പോൾ എനിക്കൊരു ദൈവദാസനെ അറിയാം. അദ്ദേഹം തിരുവനന്തപുരം വിമൻസ് കോളേജിലെ ഹെഡ് കാഷ്യറായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് തൻ്റെ ശരീരം മുഴുവനും വലിയ ബോയിൽസ്, പരുക്കൾ വന്ന് പൊട്ടി അതിഭയങ്കര വേദനയിലിരിക്കുക. അദ്ദേഹം മരുന്നെടുക്കത്തില്ല. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ഒരിക്കൽ ഇദ്ദേഹത്തിന് മുറിയിൽ ചെന്നു. ശരീരം മുഴുവനും പരുക്കളാണ്. അദ്ദേഹം ആ ഭിത്തിയെ ചാരി ഇരുന്നുകൊണ്ട് കുഷ്യൻ വെച്ച് ചാരി ഇരുന്നിട്ട് പറയുകയാണ്, കർത്താവേ, പരു തന്നതുകൊണ്ട് സ്തോത്രം, അവധിയെടുത്ത് പ്രാർത്ഥിക്കാൻ ഇടയായല്ലോ, ദൈവത്തിന് സ്തോത്രം. നമ്മളായിരുന്നു എന്തോ പറഞ്ഞതിന് സ്തോത്രം. അപ്പം രോഗം വരുമ്പോൾ പെറുപെറുക്കരുത്, പ്രാർത്ഥിക്കണം, ദൈവനാമം മഹത്വപ്പെടും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രയർ സെൻ്റർ ആണല്ലോ ഇത്. ഇവിടെ പ്രസംഗത്തേക്കാൾ കൂടുതൽ ഇവിടെ നടക്കേണ്ടത് പ്രാർത്ഥനയാണ്. ദൈവത്തിന് പ്രാർത്ഥന നമ്മളെ ആത്മാവിൻ്റെ അടുത്ത റിലത്തിലേക്ക് എത്തിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒരു ഭക്തന്റെ പാസ്പോർട്ടാണ്, വിസയാണ്. പ്രാർത്ഥിക്കുന്നവനെയാണ് ദൈവം അടുത്ത ആത്മാവിൻ്റെ തലത്തിലേക്ക് എടുക്കുന്നത്. പ്രാർത്ഥിച്ച യോഹന്നാനെയാണ് ദൈവം അവനോട് പറഞ്ഞു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. മറ നീക്കി ലോകത്തിൽ ഇന്നും സംഭവിക്കുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ മറ നീക്കി യോഹന്നാനെ ദൈവം കാണിച്ചത് പത്മോസിലെ പ്രാർത്ഥനാ മുറിയിലാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, എന്നിട്ട് പ്രാർത്ഥിച്ച് ബിലീവേഴ്സിൽ കൊണ്ടുപോകട്ടെ. അങ്ങനെയാണോ? അല്ല. ആമേൻ. മൂപ്പനെ എന്തിനാ കൊണ്ടുവന്നത്? മൂപ്പൻ എണ്ണ പൂശി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദീനക്കാരൻ എഴുന്നേക്കണം. ഇന്നങ്ങനെ വിശ്വാസമുള്ള മൂപ്പനുമില്ല, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവരുമില്ല. കാരണം പുഷ്പഗിരിയും ബിലീവേഴ്സും ഉള്ളിടത്തോളം അതിനാവശ്യവുമില്ല. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അന്നത്തെ കാലത്ത് മൂപ്പൻ വരുന്നത് നിന്നെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കാനാണ്. ദൈവത്തിന് നിങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കണം എന്ന് അദ്ദേഹം അടുത്ത വാക്യത്തിൽ പറയുന്നു. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ.
എന്നാൽ നിങ്ങളെ ദൈവം സൗഖ്യമാക്കും സാർ. ചില പറയും എനിക്ക് ആരെയും വേണ്ട. ചില ആളുകൾ എന്നെ പറയുന്നുണ്ട് ആരും എനിക്ക് വേണ്ട, എനിക്ക് ആരുടെയും പ്രാർത്ഥന വേണ്ട. അങ്ങനല്ല, എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമുണ്ട്. മനുഷ്യനാണോ നിങ്ങൾക്ക് ഇന്ന് രാവിലെ പ്രയർ സപ്പോർട്ട് ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണ് ഒരു ശുശ്രൂഷകൻ്റെ ബലം. സ്തോത്രം. എന്നോട് പലരും ചോദിക്കും പൊതു മിനിസ്ട്രി ഉള്ള നിങ്ങൾ എന്തിനായി സഭാ ചാർജ് എടുക്കുന്നതെന്ന്. അതിൻ്റെ ഏക കാരണം വരുമാനമല്ല, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഭയിലുണ്ട്. ഞാൻ എവിടെ യാത്ര ചെയ്താലും പ്രാർത്ഥിക്കാമെന്ന് പ്രസംഗം കേൾക്കുന്നവർ പറയും ആയസിൽ അവർ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എൻ്റെ സഭയിൽ കൃത്യമായി പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാവിലെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ എൻ്റെ സഭയിലുണ്ട്. അതാണ് എൻ്റെ ധൈര്യം ഇന്ന് രാവിലെ ദൈവത്തിന്. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായി വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേറ്റ് അസുഖയില്ലാതെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അവർ ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ നഷ്ടമായത് ആ പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. നമുക്ക് ആരെയും വേണ്ടെന്നൊന്നും പറയരുത്, നമുക്കെല്ലാവരെയും വേണം. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാനൊരിക്കൽ പ്രസംഗിച്ചു, ആരെയും വേണ്ടെന്ന് പറയുന്നവർക്കും ശവപ്പെട്ടി എടുക്കാൻ ഒരു 5-6 പേരെ വേണം. സ്തോത്രം അല്ലേ? മരിച്ചു കഴിയുമ്പോൾ ഇത് പൊക്കിക്കൊണ്ട് പോകണ്ടായോ? അതുകൊണ്ട് 4 പേരെങ്കിലും ഇത് പൊക്കണ്ടായോ? ആമേൻ. നമ്മൾ ജീവിച്ചിരിക്കുന്നവർ വിചാരിക്കും ഒരിക്കലും മരിക്കത്തില്ല, എന്നും പ്രയർ സെൻ്ററിൽ വന്ന് കസേരയിൽ ഇങ്ങനെ ഇരിക്കും. നല്ലതാ, മരിക്കുമെന്ന് ചിന്തിച്ചാൽ മാനസിക രോഗികളാവും. സ്തോത്രം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് മരിക്കുമെന്നൊരു ചിന്തയും വരണം. അപ്പോഴാ തല കുനിയുന്നത്. ദൈവത്തിന് അഹങ്കാരം കുറയണമെങ്കിൽ കാനുവച്ചൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മരണ വീട്ടിൽ പോയി ആമേൻ അത് കാണണമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ആളുകളെ ആവശ്യമുണ്ട്. ആമേൻ. സ്തോത്രം. ഒരിക്കൽ ഞാൻ ഈ ചർച്ചിൽ പ്രസംഗിച്ചിട്ട് എൻ്റെ ഇളയ മകനാണ് എന്നെ വണ്ടി ഓടിച്ച് പോകുന്ന വഴി ഞാൻ ചോദിച്ചു, ഡാഡി ഇന്ന് പ്രസംഗിച്ചത് നിനക്ക് മനസ്സിലായോ? അപ്പം മലയാളം നല്ലോണക്ക് മനസ്സിലാകത്തില്ല. അപ്പം പറഞ്ഞു എനിക്ക് എല്ലാം മനസ്സിലായില്ല, പക്ഷേ ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ നിനക്ക് മനസ്സിലായത്? ശവപ്പെട്ടി എടുക്കാൻ 4-5 പേര് വേണമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു പ്രസംഗം അത് നിനക്ക് പോയിന്റ് കിട്ടി, വേറെ ഒന്നും കിട്ടിയില്ലേലും നമ്മളെ പൊക്കാൻ 4-5 പേര് വേണ്ടായോ? സ്തോത്രം. അതുകൊണ്ട് ആരോടും പിണങ്ങിയിരിക്കരുത്. ചിലപ്പം ബൈക്കിൽ പോകുമ്പോൾ മറിഞ്ഞ് വീഴുമ്പം നമ്മൾ ഈ പിണങ്ങിയിരിക്കുന്നവരായിരിക്കും തൊട്ടു പുറകെ വരുന്നത്. എല്ലാരോടും സമാധാനം ആചരിച്ചു. ഓരോന്ന് പറയുന്നത് അങ്ങനെ, എല്ലാവരോടും സമാധാനം ആചരിക്കാൻ ഉത്സാഹിക്കുക. ആരോടും പിണങ്ങരുത്. സ്തോത്രം. സ്നേഹത്തിൽ നീങ്ങണം. നാളെ നമ്മുടെ ശത്രുവായിരിക്കും നമ്മളെ സഹായിക്കുന്നത്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചിട്ട് മോളെ, അടുത്ത വാക്യം താഴെ. സ്തോത്രം. നിങ്ങൾ അന്യോന്യം പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അടുത്ത വാക്യം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാന്റെ, എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കും. IPC പ്രയർ സെന്ററിലെ പ്രാർത്ഥന, നീതിമാന്മാരുടെ പ്രാർത്ഥന വളരെ എഫക്റ്റീവാണ്. സ്തോത്രം. ഹല്ലേലൂയ. The prayer of the righteous availeth much. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് രാവിലെ രോഗിയെ ചാടി എഴുന്നേൽപ്പിക്കാനുള്ള ശക്തി. ഉഴപ്പൻ പ്രാർത്ഥനയല്ല, ശ്രദ്ധിച്ചുള്ള പ്രാർത്ഥന. ഉറങ്ങിയുള്ള പ്രാർത്ഥനയല്ല, ഉണർന്നിരുന്നുള്ള പ്രാർത്ഥന. ടോണി ഇവാൻസ് എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. 10,000-കണക്കിന് ആളുകളുള്ള സഭയിലെ പാസ്റ്ററായിരുന്നു അദ്ദേഹം. അതേ ഒരിക്കലൊരു അനുഭവം പറയുന്നത് ഞാൻ കേട്ടു. തൻ്റെ സഹശുശ്രൂഷകൻ്റെ 9 വയസ്സുള്ള മകള് ക്യാൻസർ പിടിച്ച് ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടക്കുകയാണ്. അവർക്ക് ഒരു മകളേ ഉള്ളൂ. വർഷങ്ങൾ പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു മകളാണ്. ചില ആളുകളെ വിട്ടിട്ട് ടോണി ഇവാൻസിനോട് പറഞ്ഞു, എൻ്റെ മകൾ മരിക്കാൻ പോവുകയാണ്. എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ ഈ ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ വന്ന്
എൻ്റെ മകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അദ്ദേഹം പറഞ്ഞു, വണ്ടിയെടുത്ത് പാർക്ക്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ മുറിയിൽ 9 വയസ്സുള്ള മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവദാസൻ പോയി. ആ കിടക്കയിൽ മോള് ആമേൻ 100 കണക്കിന് ട്യൂബ്സൊക്കെ ഇട്ട് വയറിട്ട് ലാസ്റ്റ് ബ്രത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. താൻ പറഞ്ഞു, തൻ്റെ ടൈ താൻ അഴിച്ചു, കോട്ട് ഊരി അടുത്ത് വന്ന ആളിൻ്റെ കൈ കൊടുത്തിട്ട് ആമേൻ ആ ഹോസ്പിറ്റലിൻ്റെ തറയിൽ അദ്ദേഹം മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ സഹശുശ്രൂഷ എൻ്റെ മകളെ ഇപ്പോൾ സൗഖ്യമാക്കണം. അവിടെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ ഈ മുറിയിൽ മടങ്ങി വരണം. ഹല്ലേലൂയ. അന്യഭാഷയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. കണ്ണു തുറന്നപ്പോൾ ആമേൻ മരിക്കാൻ കിടന്ന മകളുടെ മേൽ ആത്മാവ് മടങ്ങി വന്നെന്നാണ്. അവൾ ഇന്ന് കർത്താവിൻ്റെ വേലക്കാരിയാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. ആമേൻ, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ ഉഷാറോടുകൂടെ, ആമേൻ ഉണർവോടുകൂടെ, ശ്രദ്ധയോടുകൂടെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന 10 പേരുണ്ടെങ്കിൽ ഈ പ്രയർ സെല്ലിൻ്റെ അകത്ത് അത്ഭുതം നടക്കും. യേശു യായിറോസിൻ്റെ മകളെ സൗഖ്യമാക്കാൻ ചെല്ലുമ്പോൾ എല്ലാവരെയും കൊണ്ടുപോയില്ല. പ്രാർത്ഥിക്കാൻ ശക്തിയോടെ തൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന 3 ശിഷ്യന്മാരെ മാത്രമേ അകത്ത മുറിയിൽ കയറ്റിയുള്ളൂ. ദൈവത്തിന് പുരുഷാരത്തെ പുറത്തിറക്കി അകത്ത് കയറ്റി. അവിടെയാണ് അത്ഭുതം നടന്നത്. ഏലിയാവ് നമുക്ക് താഴെ ഭാഗത്ത് വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. ആമേൻ. ആദ്യം ആകാശത്തിൻ്റെ ആമേൻ വഴിയെ ദൈവം അടച്ചെങ്കിൽ അടുത്ത പ്രാർത്ഥന കൊണ്ട് ആഴിയുടെ ഉറവിടം ദൈവം തുറന്നു. ഇന്ന് രാവിലെ പ്രേസലിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, പിശാച് അടച്ചത് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥന കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എവിടെ അടച്ചോ അവിടെ തന്നെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ആരോടൊക്കെയോ ആത്മാവ് ദൂത് പറയും. പ്രാർത്ഥനയിൽ അവൻ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ഏലിയാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ വായിച്ച ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഇരുന്ന് ഏലിയാവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? മുഴങ്കാലുകളുടെ നടുവിൽ, മുഴങ്കാലിൻ്റെ നടുവിൽ തല കാലിൻ്റെ 2ൻ്റെയും നടുക്ക് ഇട്ടിട്ട് അവൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആമേൻ. കമൻട്രി പറയുന്നത്, പണ്ട് ഹോസ്പിറ്റലിൽ ഇല്ലാതിരുന്ന കാലത്ത് ലേബർ പെയിൻ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ തല കാലിൻ്റെ ഇടയിൽ വെച്ചാണ് ആമേൻ കുഞ്ഞുങ്ങളെയൊക്കെ ഡെലിവറി ചെയ്തത്. സ്തോത്രം. പുഷ് ചെയ്യും. അതുപോലെ ഏലിയാവ് കർമ്മേലിൻ്റെ മുകളിൽ കയറിയിരുന്ന ലേബർ പെയിനോടുകൂടെ കോല മുഴങ്കാൽ ഇട്ടുകൊണ്ട് ദൈവമേ മഴ, ദൈവമേ മഴ, ദൈവമേ മഴ എന്ന് പ്രാർത്ഥിച്ചിടത്താണ് ആഴിയുടെ ഉറവിടം ദൈവം തുറന്നത്. ഇന്ന് രാവിലെ പ്രസവ വേദനയോടുകൂടെ നെടുവീർപ്പിടുന്ന ഒരു 10 പേരോ ഈ പ്രേയർ സെന്ററിൽ എഴുന്നേക്കട്ടെ. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ കാണാത്തത് കണ്ണിൻ്റെ മുമ്പിൽ എന്ന പോലെ കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ. അത് പ്രയാസമാണ്, പക്ഷെ പ്രാർത്ഥിക്കണം. കോട്ടയത്ത് ടൗണിൽ 2 വർഷം ഞാനൊരു ചർച്ചിൻ്റെ പാസ്റ്ററായിട്ടിരുന്ന കാലമുണ്ട്. കോട്ടയം ടൗണിൽ
അന്ന് അവിടെ ഒരു അമ്മച്ചി ഈ പ്രാർത്ഥനയിൽ വരുമായിരുന്നു. ഈ അമ്മച്ചിക്ക് ഒറ്റ മോനേ ഉള്ളൂ. ഈ മോന് ഭയങ്കര മദ്യപാനിയാണ്. മദ്യപിച്ച് ടൗണിൽ ഇങ്ങനെ കിടക്കും. ആരെയും ഓട്ടോറിക്ഷ പിടിച്ച് വൈകിട്ട് ഈ മകനെ വീട്ടിൽ കൊണ്ടുവരും. ഈ അമ്മച്ചിയോട് ഈ മകനെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുക, അമ്മച്ചി ഈ മോൻ എന്ത് ചെയ്യും? അമ്മച്ചി പറയുന്ന മറുപടി, അവൻ നോർത്ത് ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അപ്പോൾ ആളുകൾ പറയും, നോർത്ത് ഇന്ത്യ കർത്താവിൻ്റെ വേലയോ? ആമേൻ, കോട്ടയത്ത് ടൗണിലെ ബേക്കറി ജംഗ്ഷനിൽ ഛർദ്ദിച്ച് കിടക്കുന്നത് കണ്ടല്ലോ, അതാ എൻ്റെ മോനല്ല. എൻ്റെ മോന് വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേല ചെയ്യുക സഹോദരൻ. ഈ അമ്മച്ചി എന്നും പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എൻ്റെ മകൻ വടക്കേ ഇന്ത്യയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് പോകണം. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയാം, ആ മകൻ വടക്കേ ഇന്ത്യയിൽ നിന്ന് കർത്താവിൻ്റെ വേലയിലാണ്. ഹല്ലേലൂയ. മദ്യപിച്ച് മരിക്കാൻ കിടന്നവൻ വിശ്വാസത്താൽ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ ഒരമ്മച്ചിയുടെ പ്രാർത്ഥനയുടെ ദൈവം ആ അമ്മയുടെ മുഖത്തെ ആദരിക്കുക. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം ആദരിക്കും. പ്രാർത്ഥിക്കുന്ന വിഷയം ദൈവം ആദരിക്കും. ഗ്ലോറി. യോബിനെ കുറിച്ച് വചനം പറയുന്ന രണ്ട് കാര്യമുണ്ട്. അവൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി, അവൻ്റെ മുഖം ദൈവം ആദരിച്ചു. സ്തോത്രം. നിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തും, നിന്റെ മുഖം ദൈവം ആദരിക്കും പ്രാർത്ഥിക്കുന്നവൻ. ഹല്ലേലൂയ. അവൻ്റെ വീട് അവൻ അടച്ച് പിടിച്ചതാ, ഡോർ അടച്ചു പിടിച്ചു. സഹോദരങ്ങൾ ആരും വീട്ടിൽ വരത്തില്ല, ഒരു വേലക്കാരും അവൻ്റെ അടുത്ത് വരത്തില്ല. എന്നാൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. അവൻ ഇങ്ങനെ മരിക്കുമെന്ന് വിചാരിച്ച ഇയ്യോബിന്റെ വീടിൻ്റെ അകത്ത് ദൈവം പ്രകാശം അയച്ചു. സഹോദരൻ, അവൻ്റെ സഹോദരങ്ങളും സ്നേഹിതരും ഒക്കെ എല്ലാവരോടും ദൈവം പറഞ്ഞു, ആരും വെറും കൈയായി ഇയ്യോബിൻ്റെ അടുത്ത് ചെല്ലരുത്, ഗിഫ്റ്റുമായിട്ട് പോകണം. ആമേൻ. പൊന്നാണയവും പൊന്മോതിരവും കൊണ്ട് വേണം അവനെ കാണാൻ ചെല്ലാൻ. ആമേൻ. എൻ്റെ ദൈവമേ, മോതിരം ഇട്ടിട്ടിട്ട് ഇയ്യോബ് കുഴപ്പിക്കാണുവന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആളുകൾ ഇങ്ങനെ വേലക്കാരി നിൽക്കുക, മോതിരം ഇടുക ഊരുക, മോതിരം ഇടുക ഊരുക. ആമേൻ. ചെല്ലുന്നവരെല്ലാം മോതിരം, അപ്പുറത്തൊരു വലിയ കൊട്ടയ്ക്കകത്തോട്ട് പൊന്നാണയം, അവൻ്റെ ലൈറ്റ് ഇട്ടു. വിട്ടുപോയ സഹോദരങ്ങളെല്ലാം വട്ടമേശയിൽ ഇരുന്നു. സേർവൻ്റ് എല്ലാം തിരിച്ചു വന്നു. എന്തുകൊണ്ടാണ്? അദ്ദേഹം വിളിച്ചു പറഞ്ഞു, നിനക്ക് സകലവും കഴിയുമെന്ന് ഞാൻ അറിയുന്നു. 70-ാമത്തെ വയസ്സിലാണ് ഇയ്യോബ് കഷ്ടതയിലായെന്ന സ്കോളേഴ്സ് പറയുന്നത്. മരണം കാത്തവൻ കഴിയുകയായിരുന്നു, എന്നാൽ അവൻ മരിച്ചത് 140 വയസ്സുള്ളവനായി മരിച്ചു. അവൻ്റെ ആയസ്സിന് പോലും ദൈവം വർധനവ് കൊടുത്തു. പാര വെച്ചവർക്ക് വേണ്ടിയെല്ലാം മാമൻ ഇയ്യോബ് കയ്യെ വെച്ച് തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. നിന്റെ ശത്രുക്കൾ എല്ലാവരും വരട്ടെ, അവരെ ദൈവം പറഞ്ഞയച്ചു, അവൻ നിങ്ങളുടെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുമെന്ന്. സഹോദരൻ, ഞാൻ ഒരു കാര്യം പറയാം, നമുക്കെതിരെ വേല വെക്കുന്നവരുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ, മുടിഞ്ഞു പോകണമെന്നുള്ള പ്രാർത്ഥനയല്ല, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ആയുസ് ഇന്ന് രാവിലെ വർദ്ധിക്കും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. കാണാത്തതിനെ വിശ്വസിക്കുക. ആമേൻ. വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി ഉള്ള കാലത്ത് ആ അവിടെ ഒരു ഡോക്ടറിൻ്റെ ക്വാർട്ടേഴ്സിൽ കുറേ നാൾ ഞാൻ ഒരു സവായവും നടത്തി. ഭാര്യയും ഭർത്താവും ഡോക്ടേഴ്സാണ്. ആമേൻ. സ്തോത്രം. 5 വയസ്സുള്ള കുഞ്ഞ് 105 ഡിഗ്രി പനിയായി ഇരിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ ഈ കുഞ്ഞിൻ്റെ തലയെ കൈവച്ചു പ്രാർത്ഥിക്കുക. മരുന്ന് അവരുടെ അടുത്തിരിപ്പുണ്ട്. അവർ പറഞ്ഞു, പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഈ 105 വയസ്സുള്ള ആ ഡിഗ്രി പനിയുള്ള ടെമ്പറേച്ചറുള്ള ഈ കുഞ്ഞിനെ മേൽ ദൈവത്തിന് ഹീൽ ചെയ്യാൻ കഴിയും. ദൈവത്തിന്. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ടെമ്പറേച്ചർ താഴോട്ട് പോയി. ദൈവത്തിന്. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ആമേൻ. മെഡിസിൻ അറിയുകയും മെഡിസിൻ കൈ അടുത്തിരിക്കുമ്പോഴും അവർക്ക് വിശ്വാസമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ചെറുപ്പക്കാരൻ ഇന്ന് ജർമ്മനിയിൽ എഞ്ചിനീയറാണ്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. ആമേൻ. അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ
കാണാത്തതിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. മാത്രമല്ല, ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അസാധ്യമായതിനു വേണ്ടി പ്രാർത്ഥിക്കണം. സ്തോത്രം. നടക്കത്തില്ലെന്ന് എല്ലാവരും എഴുതി തള്ളുന്ന വിഷയം ദൈവം ചെയ്തു തരുമെന്ന് വിശ്വസിക്കാൻ കഴിയണം. നടക്കത്തില്ല. നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. ഈ ചർച്ചിനോടൊരു പോരാട്ടമുണ്ട്, പക്ഷേ ദൈവം വിടുവിക്കാൻ ശക്തനാണ്. ഇതിൻ്റെ വളർച്ചയിൽ ഇത് മുന്നോട്ട് ഉയരാതിരിക്കാൻ, പണിയാതിരിക്കാൻ ഒരു വലിയ വെല്ലുവിളിയുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കാമെങ്കിൽ ദൈവം ഇവിടെ അത്ഭുതം ചെയ്യുമെന്ന് ദൈവാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നെഹമ്യാവ് അസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 17-18 ഒന്ന് വായിക്കാമോ? നെഹമ്യാവിൻ്റെ പുസ്തകം. യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ വെച്ചുകൊണ്ട് വെന്ത് കിടക്കുന്നതായി നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്ദാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിക എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിക എന്ന് പറഞ്ഞു. രാജാവ് ആമേൻ നമ്മളെ സഹായിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞ അതിനേക്കാൾ വലിയൊരു കാര്യം, ദൈവത്തിൻ്റെ കൈ നമ്മളെ പണിക്ക് അനുകൂലമാണ്. തിരുവല്ലയിലുള്ള മുഴുവൻ മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്കെതിരാണെങ്കിലും ഞാനൊരു ദൂത് പറയാം, ദൈവത്തിൻ്റെ കൈ ഈ സഭയ്ക്ക് അനുകൂലമാണെങ്കിൽ ഇവിടെ ചില പണി നടക്കും. സ്തോത്രം. ഈ സഭയിൽ ചില പണി നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അദ്ദേഹം പറഞ്ഞു, എഴുന്നേറ്റ് പണിയുക. നമ്മൾ നിന്നപാത്രരായി തീരാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. നോക്കിയ ഒരു വലിയ മനുഷ്യൻ, രാജാവിൻ്റെ കപ്പ് ഹോൾഡർ. രാജാവ് 6 മാസം ഒരു വീട്ടിൽ താമസിക്കും. തണുപ്പുള്ളപ്പോൾ 6 മാസം ഒരിടത്ത്, ചൂടുള്ളപ്പോൾ 6 മാസം ഒരിടത്ത്. എല്ലായിടവും സഞ്ചരിക്കാനുള്ള പ്രിവിലേജ് ഉള്ളയാളാണ് നെഹമ്യാവ്. ആമേൻ. അവിടുത്തെ ഹൈ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. സ്തോത്രം. എന്നാൽ 4 മാസം നെഹമ്യാവ് ഉപവസിക്കാനും കരയാനും സമയമെടുത്തു. സ്തോത്രം. വലിയ സാലറിയുള്ള ഒരാൾ, പൊസിഷനിരിക്കുന്ന ആൾ അങ്ങനെ ഉപവസിക്കൂ? 4 മാസം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇരുന്ന് കരഞ്ഞു, എൻ്റെ പിതാക്കന്മാരുടെ പാപം ഏറ്റു പറഞ്ഞ്. അങ്ങനെ ഉപവസിക്കുന്നത് എങ്ങനെയാ? പാപം ഏറ്റു പറഞ്ഞ് കരയണം. സ്തോത്രം. ഒരു ദിവസം പണിയാൻ ദൈവം വഴി തുറക്കുകയാണ്. ദൈവത്തിന്. സൻബല്ലത്തും തോബിയാവും എതിരായി എഴുന്നേറ്റു. പക്ഷെ നെഹമ്യാവിൻ്റെ അന്തർഭാഗത്ത് ആരോ മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവം അനുകൂലമാണ്, ദൈവം അനുകൂലമാണ്, ദൈവം നിനക്ക് അനുകൂലമാണ്. ഇന്ന് രാവിലെ ദൈവമക്കളെ, ദൈവം അനുകൂലമാണെങ്കിൽ നമ്മൾ പണിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക, ദൈവം അനുകൂലമാണെങ്കിൽ ഈ അടുത്ത സ്ഥലങ്ങളൊക്കെ ദൈവം നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം സഭയ്ക്ക് അനുകൂലമാണെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രോപ്പർട്ടി നിങ്ങൾക്ക് വേണ്ടി വിളിച്ചു തരാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 52 ദിവസം കൊണ്ട് നെഹമ്യാവ് മതിൽ പണിഞ്ഞു. 2.5 മൈല് ദൂരത്താണ് നെഹമ്യാവ് മതിൽ പണിഞ്ഞത്. 39.37 ഫീറ്റിൽ ഹൈറ്റിൽ അദ്ദേഹം മതിൽ പണിഞ്ഞു. 34 വാച്ച് ടവേഴ്സും 8 ഗേറ്റുകളും 52 ദിവസം കൊണ്ട് നെഹമ്യാവ് പണിഞ്ഞു. ഓരോ പ്രാവശ്യവും കല്ലെടുത്ത് വെക്കുമ്പോൾ അവൻ്റെ അകത്ത് പറയുന്നുണ്ട്, ദൈവം നമുക്ക് അനുകൂലമാണ്. ആ വിശ്വാസം നോക്കിയേ. ഇമ്പോസിബിളായ കാര്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ ആ ദൈവദാസൻ തയ്യാറായി. വിശ്വാസത്തിന് വേണ്ടി പോരാടണമെങ്കിൽ കാണാത്തതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യം വരണം. അസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ധൈര്യം വരണം. വേദപുസ്തകത്തിൽ ഒരുപാട് പേര് അസാധ്യങ്ങൾക്ക് വേണ്ടി ആമൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എഴുന്നേറ്റ് പണിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ വിശ്വാസം
മുന്നോട്ട് പോകാതിരിക്കാൻ ഏറ്റവും കൂടുതൽ എതിരിടുന്നത് അവിശ്വാസമാണ്. അവിശ്വാസം, അൺബിലീഫ്, വിശ്വാസത്തിൻ്റെ ശത്രുവാണ്. സ്തോത്രം. ആമേൻ. വേദപുസ്തകത്തിൽ പല ആളുകളുണ്ട്. അല്പവിശ്വാസികൾ, അപ്പവിശ്വാസികൾ, അത്ഭുത വിശ്വാസികൾ. സ്തോത്രം. അപ്പം കഴിക്കാനുള്ള വിശ്വാസം മാത്രം, അത്ഭുതം കാണാനുള്ള വിശ്വാസം, അല്പവിശ്വാസം. എന്നാൽ നമ്മുടെ വിശ്വാസം അബ്രഹാമിൻ്റെ വിശ്വാസമാണ്. മരിച്ചവരെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന് നമ്മളെല്ലാ ദിവസവും ഇവിടെ വായിക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് മരിച്ചവരെ വിശ്വാസത്താൽ തിരികെ കിട്ടി. ദൈവത്തിന് മരിച്ച ചില വിഷയം IPC പ്രയർ സെൻ്ററിൽ നടക്കുമെന്ന് സ്തോത്രം പറയാൻ കഴിയുന്നവരെ കൈപൊക്കി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസം ഡോക്ട്രിനൽ ഫെയ്ത്ത് അല്ലായിരിക്കരുത്. ഉപദേശത്തിൽ നിൽക്കുന്ന വിശ്വാസം മാത്രം പോരാ, അനുഭവത്തിൽ നിൽക്കുന്ന വിശ്വാസം മാത്രം പോരാ. ക്രിയേറ്റീവ് ഫെയ്ത്ത്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്, ക്രിയേറ്റീവ് ഫെയ്ത്ത്, സൃഷ്ടിക്കപ്പെടുന്ന വിശ്വാസം. ഇന്ന് രാവിലെ ഇല്ലാത്ത കാര്യം ദൈവം പറയുമ്പോൾ അവിടെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസം. ഗ്ലോറിയസ്. അതാ അബ്രഹാമിൻ്റെ വിശ്വാസം. അബ്രഹാം ഐസക്കിനെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ദുഷ്കരമായൊരു യാത്രയാണ്. ഫിസിക്കൽ ജേർണിയുടെ ടൈർഡ്നെസ് മാത്രമല്ല, പോകുന്ന യാത്രയിൽ ഈ മകന് അപ്പനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ അപ്പാ. അപ്പോഴേ അബ്രഹാമിന് അറിയാം ഇവൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണ്. യാഗം കണ്ട് വളർന്ന വീട്ടിൽ ജനിച്ചതാ ഈ ഇസഹാക്ക്. ഒരിക്കൽ പോലും മൃഗമില്ലാതെ അപ്പൻ യാഗം കഴിക്കുന്നത് കണ്ടിട്ടില്ല. ആദ്യം മൃഗത്തെയാ, പക്ഷെ ഈ യാത്രയിൽ മൃഗമില്ല. അതുകൊണ്ട് അബ്രഹാം ചോദിക്കുക, അപ്പാ ആട്, തീയുണ്ടല്ലോ, വിറകുണ്ടല്ലോ, ആട്. അബ്രഹാമിന് മറുപടിയുണ്ട്, നീ ആടെന്ന് പറയാം, പക്ഷേ ഒരു പിതാവിന് പറയാൻ വിഷമമുണ്ട്. ദുഃഖം കടിച്ചമർത്തിക്കൊണ്ട് ആ പിതാവ് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, വിളിച്ച ദൈവം ഈ യാത്രയിൽ കരുതും. എന്നെ വിളിച്ച ദൈവം ഈ യാത്രയിൽ കരുതും. ഒന്നും കാണാതാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്, എന്നാൽ കരുതാൻ കഴിയുന്നവൻ ഈ വഴിയുടെ ഒടുവിലുണ്ട്. ഹല്ലേലൂയ. ആ കൈയടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഗ്ലോറി, 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 ഗ്ലോറി. ഗ്ലോറി, 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 ഗ്ലോറി. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന എന്തേനോ നീ. ചേർന്ന് പാടിക്കാൻ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്ന എന്തേനോ നീ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ആമേൻ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. അബ്രഹാമിന്റെ ദൈവമല്ലയോ, അത്ഭുതങ്ങൾ ചെയ്യുകയില്ലയോ. ചെങ്കടലിനും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. ചെങ്കടലിനും വഴി തുറപ്പാൻ ഞാനെന്നും ശക്തനല്ലയോ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ. കരുതുന്നവൻ
കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക ഇല്ല ഞാൻ നിന്നെ. വിശ്വാസത്തോ ഇസഹാക്കിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് അബ്രഹാം നടക്കുന്ന യാത്ര വളരെ ഹൊറിബിൾ ടെറിബിൾ യാത്രയാണ്. എന്നാൽ വിശ്വാസത്താൽ അവൻ നടക്കുമ്പോൾ അപ്പുറത്തൂടെ ആടിനെ പിടിച്ചുകൊണ്ട് ഒരു ദൂതൻ ഇങ്ങോട്ട് നടക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, പുറകോട്ട് പോകരുത്. ഈ യാത്ര പ്രയാസമാണെങ്കിലും പുറകോട്ട് പോകരുത്. നിങ്ങൾ മുന്നോട്ട് പോയാൽ നിന്നെ തേടി ഒരു ദൂതന നിന്റെ വീട്ടിൽ ഈ ദിവസങ്ങളിൽ വരുമോ. നിന്റെ വിശ്വാസത്തിന്റെ യാത്രയിൽ നിന്നെ തേടി ഇറങ്ങിയിരിക്കുന്ന ഒരു ദൂതന കയറി വരുന്നുണ്ട്. ഗ്ലോറി ഹല്ലേലൂയ. അവർ രണ്ടുപേരും കൂടെ ആമേൻ കൂട്ടി കണ്ടുപിടിച്ചത് മോറിയായുടെ മുകളിലാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം വാൾ ഉയർത്തി വാലന്റെ മേൽ വയ്ക്കുമ്പോൾ പിടയ്ക്കുന്ന അവന്റെ ജീവന്റെ മേലും ഉയർത്തിയ കത്തിയുടെ ഇടയ്ക്കും ഒരു ദൈവശബ്ദം മുഴങ്ങി. ഞാൻ നിങ്ങളോട് പറയാം, ഭാരപ്പെടുന്ന നിന്റെ വിഷയത്തിന്റെ നടുവിൽ മുഴങ്ങുന്ന ഒരു ദൈവശബ്ദമുണ്ട്. അവിടെ നിനക്കൊരു വിടുതലുണ്ട്. ശത്രു ഉയർത്തിയ വെല്ലുവിളിയുടെ അടിയിൽ നിനക്ക് വേണ്ടി ഒരു ദൈവശബ്ദം ഇന്ന് രാവിലെ Glory, 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 praise the Lord. Hallelujah. ചെങ്കടലിന്റെ തീരത്തും മോശയുടെ കയ്യിലൂടെ ദൈവം അത്ഭുതം ചെയ്യുകയാണ്. മോശയുടെ കൈയുടെ കഴിവല്ല, വടിയുടെ ഗുണവുമല്ല ചെങ്കടൽ രണ്ടായി മാറിയത്. അതിന് മറുപടി യെശയ്യാവാ പറയുന്നത്, മോശയുടെ ഭുജത്തിന്റെ മുകളിൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം ദൈവം വെച്ചു. ഇന്ന് രാവിലെ ഞാനൊരു ദൂത് പറയാം. എൻ്റെ ബലഹീന കരമാണ് നിങ്ങളുടെ തലയെ വെക്കുന്നെങ്കിലും മഹത്വമുള്ള തമ്പുരാന്റെ കരം എൻ്റെ കരത്തിന്റെ മുകൾ. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ദാസിയെ, ദൈവത്തിന്റെ ദാസനെ, നിന്റെ ബലഹീനതയുള്ള കൈയുടെ മുകളിൽ തമ്പുരാന്റെ വലിയ കൈ. The glorious hand of the Lord. ദൈവത്തിന്റെ മഹത്വമുള്ള കൈ, ദൈവത്തിന്റെ മഹത്വമുള്ള. മോശേ, നിന്റെ കരം കൊണ്ടല്ല ചെങ്കടൽ വിഭാഗിക്കുന്നത്, നിന്റെ വടിയുടെ ഗുണം കൊണ്ടല്ല. യഹോവയുടെ ഭുജം നിന്റെ കൈയുടെ മുകളിൽ, വടിയുടെ മുകളിൽ നിൽക്കുന്നത് കൊണ്ട് ചെങ്കടൽ രണ്ടായി മാറി. ചെങ്കടല് രണ്ടായി മാറിയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ദൈവപ്രവൃത്തിയാണ്. ആദ്യം നോക്കിയപ്പോൾ ചെങ്കടലിലെ ഓളം മാത്രമേ അവർക്ക് കാണാൻ കഴിയത്തുള്ളൂ. പക്ഷെ ദൈവം അവരോട് പറഞ്ഞു, മുകളിൽ ഓളം ഉണ്ടെങ്കിലും അതിന്റെ അടിയിൽ ഒരു ഹൈവേ ഉണ്ട്. വിശ്വസിക്കുന്നവർ ഇന്ന് രാവിലെ ഓളം കണ്ടല്ല ആരാധിക്കുന്നത്, അടി ദൈവം നിന്റെ വിഷയത്തിന്റെ അടിയിൽ ഇന്ന് രാവിലെ ഹൈവേ ഉണ്ട്. വിഷയത്തിന്റെ അടിയിൽ ഹൈവേ ദൈവം വെട്ടാൻ പോകുന്ന ദിവസം. ദൈവം തമ്പുരാന് 1300 മൈല് ദൂരത്തിൽ 24 മണിക്കൂറിനുള്ളിൽ ദൈവം ചെങ്കടലിന്റെ അടിയിൽ നാഷണൽ ഹൈവേ ദൈവം വിട്ടിരുന്നു. ഒരു കമന്ററി പറയുന്നത് 20,000 പേര് കൈയോട് കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് വീതിയിൽ നിന്ന് നടകൊള്ളത്തക്കവണ്ണമുള്ള വീതിയിലാണ് ദൈവം ഹൈവേ വെട്ടിയത്. ദൈവം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം പിശുക്കനല്ലെന്ന്. ദൈവം ഇന്ന് രാവിലെ വെട്ടിയാൽ വിശാലമായിട്ടാണ് ദൈവം വിട്ടത്. നമ്മൾ
1 രൂപ എടുത്തിട്ട് സ്വതരാഴ്ചക്കകത്ത് ഇടണോ വേണ്ട എന്നൊക്കെ. ദൈവം അങ്ങനല്ല. ദൈവം വഴി തുറക്കാൻ തുടങ്ങിയാൽ സ്തോത്രം, വിശാലമോ ഈ ദൈവം വഴി വിട്ടുന്നവരാണ്. 20,000 പേര് വിശ്വാസമുള്ളവരെ അതിലൂടെ പോയിട്ടുള്ളൂ. കാരണം എന്താണെന്നറിയാമോ? 2 സൈഡിലും കോൺക്രീറ്റിൻ്റെ വോളല്ല, വെള്ളം കൊണ്ടാണ് മതില്. പ്രാർത്ഥനയും വിശ്വാസവും ഇല്ലാത്തവൻ പറയും ഈ വെള്ളം എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരുത്തരും പോയിട്ടില്ല. ആത്മാവിലായവർ മാത്രമേ അതുവഴി നടന്നിട്ടുള്ളൂ. ആ വോള് മുഴുവനും സീത്തുറുവായിരുന്നെന്ന എന്ന് പറഞ്ഞാൽ ആമേൻ, എല്ലാ ആനിമൽസും നോക്കി നിൽക്കുക ഇസ്രായേൽ മക്കൾ വെള്ളത്തിനകത്തൂടെ നടക്കുന്നത്. നീലത്തിമിംഗലം ഉൾപ്പെടെ വലിയ മൃഗങ്ങൾ കണ്ണാടി കൂടെ നോക്കുന്ന പോലെ ദൈവമക്കൾ പോകുമ്പോൾ വായി വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് നോക്കി നിൽക്കുക. ചാടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തമ്പുരാൻ അതിനെ അതിര് വെച്ചേക്കുക. ദൈവത്തിന് ചാടരുത്, എൻ്റെ ജനമക്കരെ എത്തുന്നിടം വരെ അതിനെ ആതിരിട്ടു ദൈവം. ഓ റാബായ ദൈവത്തിൻ്റെ കൈ കൊണ്ട് ദൈവം അതിരിട്ടു. തമ്പുരാന്റെ കയ്യോ നിനക്ക് വേണ്ടി അതിരിടുന്ന കൈയാണ്. ശത്രു ചാടുകയില്ല. ഗ്ലോറി 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 ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഹൈവേയുടെ അടിയെന്ന് പറയുന്നത് എല്ലാ സമുദ്രത്തിൻ്റെയും അടിയിൽ 18 ഫീറ്റ് 18 അടി മഡാണ്. കാല് ചവിട്ടിയാൽ താഴും എല്ലാ സമുദ്രത്തിൻ്റെ അടിയിൽ. എന്നാൽ ഈ 18 ഫീറ്റ് അടിയിൽ ദൈവം എന്തോ ചെയ്തത്? ഉണങ്ങിയ കാറ്റ്, ആമേൻ, ഉണങ്ങിയ കാറ്റ് അടിപ്പിച്ച് അത് ഉണങ്ങിയ നിലമാക്കി ജനത്തെ അക്കരെ എത്തിച്ചു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ടാർ ചെയ്ത റോഡിൽ കൂടെ മതിലു കെട്ടി ദൈവം അക്കരെ എത്തിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ചിന്തിച്ചു, നേരത്തെ ദൈവത്തിന് ഇവരെ അങ്ങ് വിടുവിച്ചു പോരായോ? ഇതിനെ നടുക്കൂടെ കയറ്റിവിടണോ? അത് ദൈവത്തിൻ്റെ ഒരു പർപ്പസാണ്. ചിലപ്പോൾ ചെങ്കടലിലൂടെ നിന്നെ നടത്തുന്നത് നിന്റെ ശത്രുവിനെ കൊല്ലാനുള്ള പദ്ധതിയാണ്. അവരെ ഇതിനെ നടുക്ക് കൊണ്ടുവന്നിട്ട് ദൈവം അവരെ കൊല്ലുവാനുള്ള ഒരു പ്രോജക്റ്റ് ദൈവത്തിനുണ്ട്. അതുകൊണ്ടാണ് ചെങ്കടലിലൂടെ ദൈവം അവരെ ഇറക്കിയത്. ഭയപ്പെട്ട ജനത്തിനു വേണ്ടി അവരുടെ പുറകിൽ ദൈവം ദൂതനെ നിർത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ പറവോൻ, മുമ്പിൽ ചെങ്കടൽ, 2 സൈഡിലും മതിലാണ്, മലകളാണ്. ഓടി അങ്ങോട്ട് പോകാനൊക്കത്തില്ല, ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. ജനം നിലവിളിക്കുകയാണ്. മോശയോട് ദൈവം പറയുകയാണ്, പുറകോട്ട് തിരിയരുത്, ജനത്തോട് മുന്നോട്ട് പോകാൻ പറയുക, ഞാൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. മോശയെക്കുറിച്ച് ഒരു കാര്യം കൂടെ എബ്രായലേഖനത്തിൽ പറയുന്ന കാര്യമുണ്ട്. വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. മതി. സ്തോത്രം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. വിശ്വാസത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ചിലതിനെ ജയിക്കണം. ഒന്ന്, മണി ടെസ്റ്റ്. 2, ഹണി ടെസ്റ്റ്. 3, ടൈറ്റിൽ ടെസ്റ്റ്. ഞാനൊരു ബൈബിൾ സ്കൂളിൽ ചാപ്പലിൽ കഴിഞ്ഞ ദിവസം ഇത് പ്രസംഗിച്ചപ്പം ഹണി ടെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറഞ്ഞു തേനിൻ്റെ ടെസ്റ്റ്. തേനിൻ്റെ ടെസ്റ്റ് അല്ല. സ്തോത്രം. ഞാൻ പറയാം, മണി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസയോട് ആഗ്രഹമുള്ളവൻ വിശ്വാസത്തിൽ ജയിക്കത്തില്ല. സ്തോത്രം. ആര് സ്തോത്രം പറഞ്ഞില്ല? ദ്രവ്യാഗ്രഹം, ബാക്കി പറഞ്ഞാട്ട് നിനക്ക് പൈസ വേണം, പക്ഷെ പൈസയെന്ന് പറഞ്ഞങ്ങ് മരിക്കാൻ തുടങ്ങിയാൽ നീ ആയുസ്സിൽ ശുശ്രൂഷയിൽ ബലപ്പെടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചിലർക്ക് പൈസ കാണുമ്പോൾ എല്ലാം അങ്ങ് മറക്കും. സ്തോത്രം. ആമേൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, പൈസയുടെ പുറകിൽ ഒളിച്ചിരിക്കുന്ന പിശാചുണ്ട്. സ്തോത്രം.
വളരെ സൂക്ഷിക്കണം. ആമേൻ. 2, ആമേൻ, ഹണി ടെസ്റ്റ്. സ്ത്രീ വിഷയങ്ങളിൽ പരാജയം അത് പിശാചിൻ്റെ ഏറ്റവും വലിയൊരു ആയുധമാണ്. പ്രൈസ് ദി ലോർഡ്. ഡേവിഡ് ആ ടെസ്റ്റിൽ ഫെയിലായി, ജോസഫ് ആ ടെസ്റ്റിൽ ജയിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വിശ്വാസത്തിൽ മുന്നേറണമെങ്കിൽ ആമേൻ പൈസയുടെ ടെസ്റ്റിൽ നീ വിശ്വസ്തനായിരിക്കണം. ആവശ്യമില്ലാത്ത 5 പൈസ പോലും നമ്മുടെ പോക്കറ്റിൽ ഇരിക്കരുത്. പിശാച് അത് ക്ലെയിം ചെയ്യും. ഒരാൾ നിങ്ങൾക്ക് 100 രൂപ തരുന്നെങ്കിൽ അതിന് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, കണക്കെഴുതി 5 പൈസ ബാക്കി ഉണ്ടെങ്കിലും അവന്റെ കൈ വെച്ചു കൊടുക്കണം. പിശാചിന് അതിന്റെ മേൽ അവകാശം വരരുത്. നമ്മുടെ വീട്ടിലാണെങ്കിലും വല്ലോരുടെയും വീട്ടിലെ സാധനം ഉണ്ടെങ്കിൽ പിശാച് ഇറങ്ങിപ്പോകത്തില്ല. ഭയങ്കരമായി നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പൈസ നല്ലതാ, പക്ഷേ പൈസയിലൂടെ നമ്മുടെ വിശ്വാസം പിശാച് തകർക്കും. ദൈവത്തിന് സ്തോത്രം. 2, ആമേൻ, ഹണി ടെസ്റ്റ്. അത് ജയിക്കണം. സ്തോത്രം. ആമേൻ. ജോസഫ് പൊത്തിപ്പേറിന്റെ വീട്ടിൽ നിന്ന് ഓടുമ്പോൾ പിശാച് പറഞ്ഞു ഇവൻ ഭോഷനാണെന്ന്. പക്ഷെ ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ച് തൻ്റെ ആസ്തികളെ വരെ ദൈവം മാനിച്ചു. പാപം വിടുന്നവന്റെ ആസ്തി വരെ ദൈവം മാനിക്കും. 3, ടൈറ്റില്, സ്ഥാനം. ഈ 3 എണ്ണത്തിലെങ്കിലും ഒരിച്ചിരി ആഗ്രഹമില്ലാത്തവരാരും കാണത്തില്ല. പക്ഷെ ഇത് 3 ജയിക്കാമെങ്കിൽ നിന്റെ ശുശ്രൂഷ വർദ്ധിക്കും. ദൈവത്തിന്. ഇത് 3 ജയിച്ച ഒരാളുടെ കാര്യമാണ് നമ്മൾ വായിച്ചത്, മോശയെക്കുറിച്ച്. ആമേൻ. മോളെ ഒന്നുകൂടെ വായിച്ചാട്ടെ, 11-24 വാക്യം. സ്തോത്രം. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. പാപത്തിന്റെ തൽക്കാല ഭോഗം എന്ന് പറഞ്ഞാൽ എല്ലാ സിന്നും എല്ലാ ലോകത്തിന്റെ മ്ലേച്ഛതയും എനിക്ക് വേണ്ട എന്ന് മോശ തീരുമാനിച്ചു. 2 വായിച്ചാട്ട്. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. സ്ഥാനം എനിക്ക് വേണ്ട. യോ, സ്ഥാനം വെച്ച് നീട്ടിയാൽ ആരാ വേണ്ടെന്ന് പറയാത്ത? സ്തോത്രം. സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ചിലര് യോഗത്തിന് പോലും വരത്തില്ല. സ്തോത്രം. മോശ പറഞ്ഞു എനിക്ക് ടൈറ്റിൽ വേണ്ട. പിന്നെ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എനിക്ക് മിസ്രൈമിലെ പണം വേണ്ട. രാജാവിന്റെ ആമേൻ ട്രഷറി നിറച്ചു പൈസയാ. ആമേൻ. മോശ പറഞ്ഞു എനിക്ക് പൈസയും വേണ്ട, ദൈവജനത്തോട് ചേർന്ന് കഷ്ടം അനുഭവിക്കും. ഞാനൊരു കാര്യം കൂടെ അവിടെ പറയാം. ആമേൻ. മോശയെ അടക്കാൻ ചില തിയോളജിയൻസ് വിശ്വസിക്കുന്നത് മോശയെ അടക്കാൻ ദൈവം ഇറങ്ങി വന്ന നാട്. ദൈവത്തിന് ഇന്ന് വരെ ആർക്കും അറിയത്തില്ല മോശയെ അടക്കിയത് ആരാണ്. മോശയെ അടക്കിയ സ്ഥലം കാണാൻ 100 കണക്കിന് കുഴികൾ ആമേൻ ആർക്കിയോളജിസ്റ്റ് എടുത്തിട്ടുണ്ട്. എങ്ങും അവർ കണ്ടിട്ടില്ല. ചിലർ പറയുന്നു ദൈവമാണ് മോശയെ അടക്കിയത്. പാപം വിട്ട, ടൈറ്റിൽ വിടാൻ ഒരുങ്ങിയ, മാമൻ മണിയുടെ സ്നേഹം വിടാൻ നിൽക്കുന്ന, ആമേൻ താൽക്കാലിക പാപം വിടാൻ ശ്രമിച്ച അവനെ അടക്കാൻ ദൈവം ഇറങ്ങി വന്നതാണ്. ഒരു ഫറവോനായി അവൻ മരിച്ചിരുന്നെങ്കിൽ സ്വർണപ്പെട്ടിയിൽ അവനെ അടക്കിയേന്. ഈജിപ്തിലെ പിരമിഡ് ഫറവോരാജാക്കന്മാരെ അടക്കിയ സ്ഥലമാണ്. 7 സ്വർണപ്പെട്ടിക്കകത്ത് പൊതിഞ്ഞ ഒരു പിരമിഡിന്റെ അകത്താണ് ഫറവോന്മാരെ വെക്കുന്നത്. അതുപോലൊരു അടക്കമേ മോശയ്ക്ക് കിട്ടത്തുള്ളായിരുന്നു. എന്നാൽ ഫറവോന്റെ കിരീടവും ഫറവോന്റെ സിംഹാസനവും അവൻ വേണ്ടാന്ന് വെച്ചത് കൊണ്ട് ദൈവം അവന് ശ്രേഷ്ഠമേറിയ അടക്കം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തിൽ പൊരുതി നിൽക്കണമെങ്കിൽ
അഹങ്കാരങ്ങൾ ഉണ്ടാകരുത്. പ്രൈഡ്, ഈഗോ. നമുക്ക് പ്രൈഡും ഈഗോയും, പ്രത്യേകിച്ച് മലയാളികൾക്ക് പ്രൈഡ് കൂടുതലാ, ഈഗോ കൂടുതലാ. തിരുവിതാംകൂറിലുള്ളവർക്ക് ഇച്ചിരി അതിനേക്കാൾ കൂടുതലാ. ഈ പ്രൈഡും ഈഗോയും വിടാമെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരും. ദൈവത്തിന് ഈ ഈഗോ പ്രശ്നം വലിയൊരു പ്രശ്നമാണ്. ഈഗോ കൂടുതലുണ്ടെങ്കിൽ കുടുംബജീവിതം തന്നെ നരകമാണ്. സ്തോത്രം. ആമേൻ. പ്രത്യേകിച്ച് ഈ മലയാളി ആണുങ്ങൾക്കൊക്കെ ഇച്ചിരി ഈഗോ കൂടുതലാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മുടെ ഈഗോ നമ്മൾ വിടണം. നമ്മുടെ പ്രൈഡ് നമുക്ക് മറക്കാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ചെറിയ ആയുസ്സേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ. എത്ര സ്പ്രേ ചെയ്ത് നിങ്ങളിവിടെ വന്നിരുന്നാലും അധികം താമസിക്കാതെ ഒരു പെട്ടിക്കകത്ത് കുറേ സ്പ്രേ ചെയ്ത് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. സ്തോത്രം. ആമേൻ. അതുകൊണ്ട് ഈ ചെറിയ ജീവിതത്തിൽ മറക്കാനും സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകണം. സ്തോത്രം. പണ്ടത്തെ കാര്യം പോലും നമ്മൾ വിടത്തില്ല. പണ്ടത്തെ കാര്യം പോലും നമ്മൾ വിടത്തില്ല. ഈ കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറഞ്ഞ പുത്തമ്പുരയ്ക്കൽ അച്ഛൻ ഒരു കഥ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ഭാര്യയും ഭർത്താവിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. ഈ ഭർത്താവ് ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒരു ദിവസം ഈ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പുതിയ ടീച്ചറെ ഹയർ ചെയ്തു. നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്. പക്ഷേ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ചില രോമങ്ങളുണ്ട്, ഹെയർസ് ഉണ്ട്. ഭാര്യയോട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, അങ്ങനെയാണെന്ന്, സുന്ദരിയാ. ആമേൻ. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഭാര്യ ഇരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ഒരു ദിവസം രാത്രിയിൽ സ്കൂട്ടറെ വന്നപ്പോൾ ഒരു കല്ലേ കയറി സ്കൂട്ടർ താഴെ മറിഞ്ഞു വീണു, വീടിൻ്റെ മുമ്പിൽ വെച്ച്. ഭാര്യ ഓടിച്ചെന്നപ്പോൾ ഭർത്താവിന് ചോദിച്ചു, എന്തോ സംഭവിച്ചു? അതെ, കല്ല് ഞാൻ കണ്ടില്ല. ഉടനെ ഇവർ ചോദിക്കുക, കല്ല് കണ്ടില്ല, ടീച്ചറുടെ മുഖത്ത് ഹെയർ കാണാനുള്ള കഴിവുണ്ടായിരുന്നല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഈ ഭാര്യ ഇത് മനസ്സിനകത്ത് ആരും ആത്മാവിലായില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിൽ നിന്ന് ചിലത് പോകത്തില്ല, കൃപ വരത്തില്ല കേട്ടോ. നിങ്ങൾ എത്ര അന്യഭാഷ പറഞ്ഞാലും വിട്ടുവീഴ്ചയുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ആരാധനയ്ക്കകത്ത രോഗശാന്തി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വിചാരിക്കും കസേരയെ വന്നിരിക്കുക, ഫാനിൻ്റെ കീഴിരുന്ന് കൈയടിച്ചാൽ വിടുന്നില്ല. ആഴമായ നിരപ്പ് വരുന്നിടത്താണ് നിലനിൽക്കുന്ന രോഗശാന്തി വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചില കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം. റിജിഡായിരിക്കരുത്. ക്ഷമിക്കാൻ കഴിയണം, വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയണം, സ്നേഹിക്കാൻ കഴിയണം, മറക്കാൻ കഴിയണം. നമ്മളെ ഉപദ്രവിക്കുന്നവർ കാണും, അവരെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കാനുള്ള മനോഭാവം നിനക്കുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നീ പറയുന്ന അന്യഭാഷയിൽ തീയിറങ്ങും. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. സകലവും വിട്ട് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാം. താഴേക്കിറങ്ങി വന്ന് ക്രൂശിൻ്റെ മരണം വരെ തന്നെത്താൻ ഏൽപ്പിച്ചയാളിനോടാണ് നിങ്ങൾ കൈയടിച്ച് ആത്മാവിലാകുന്നത്. ദൈവത്തിന് പൗലോസ് പറയുന്നു, താഴ്മയുടെ ഉദാഹരണത്തിൽ എനിക്ക് യേശുവിൻ്റെ താഴ്മയല്ല അത് പറയാൻ കഴിയുന്ന വേറൊരു ബെസ്റ്റ് എക്സാമ്പിൾ ഇല്ല. വൈക്കം മുഹമ്മദ് ബഷീർ ഒരിക്കൽ താഴ്മയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, താഴ്മയും അതിന് ബെസ്റ്റ് എക്സാമ്പിൾ യേശുവാണ്. ദൈവത്തിന് സ്വർഗമഹിമകളെ വിട്ട് താഴേക്ക് വന്ന് വേഷത്തിൽ മനുഷ്യനായി he emptied himself, തന്നെത്താനെ ഒഴിച്ച് ഭയങ്കര സ്ഥാനം, അതിന് താഴോട്ട് ഇറങ്ങിയ ദൈവം 1 ഇഞ്ച് താഴോട്ട് നമ്മൾ ഇറങ്ങുമോ? ദൈവത്തിന് തിയോളജിസ്റ്റ് പറയുന്നത് തിയോട്ടിക് നേച്ചർ, കീനോട്ടിക് നേച്ചർ, ഡൂലോട്ടിക് ആൻഡ് നെക്രോട്ടിക് നേച്ചർ. ദൈവമായിരുന്നവൻ യാമെ തന്നെത്താനെ ഒഴിച്ച്
ദാസനായി ക്രൂശിന്റെ മരണത്തോളം ഇറങ്ങി. നിങ്ങളുടെ വിശ്വാസത്തിൽ ജയിക്കണമെങ്കിൽ താഴ്മ നിങ്ങൾ ഏറ്റെടുക്കണം. എത്ര വലിയ മനുഷ്യരാണേലും ഒരു പൊടിയാണെന്ന് നമ്മൾ ഓർക്കണം. അഹങ്കാരികളായി മാറരുത്. ദൈവം നമ്മളെ മാനിക്കുമ്പോൾ താഴണം, തലകുനിയണം. ഒരു സ്തോത്രം പറഞ്ഞിട്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൃത്യമായി ദൈവസന്നിധിയിൽ കൃത്യനിഷ്ഠത, പങ്ക്ച്വാലിറ്റി നമുക്ക് വേണം. യോഗത്തിന് വരുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠതയുണ്ടായിരിക്കണം. ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ 5 മിനിറ്റ് അരമണിക്കൂർ നേരത്തെ പോകും. പ്രാർത്ഥിക്കണക്ക് മാത്രമേ നമ്മൾ താമസിച്ചു വരത്തുള്ളൂ. സ്തോത്രം. അത് പാപമാണ്. സ്തോത്രം. ദൈവം അത് നോട്ട് ചെയ്യും. എയർപോർട്ടിൽ പോകാൻ 1 മണിക്കൂറല്ല 3 മണിക്കൂർ നേരത്തെ ഇറങ്ങും. എവിടെ പോകാനും നേരത്തെ ഇറങ്ങും. യോഗത്തിന് വരാനോ ചെറിയ പോയാൽ മതി. കൃത്യനിഷ്ഠത, ദൈവസന്നിധി വരുവാൻ. ദൈവത്തിന് സ്തോത്രം. ഇൻറ്റഗ്രിറ്റി, ഫെയ്ത്ത്ഫുൾനെസ്, ട്രസ്റ്റ് വർത്തി, റിലയബിലിറ്റി, ഇതെല്ലാം വിശ്വാസ ജീവിതത്തിൽ ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, വിശ്വാസത്തിൽ പോരാടി നിൽക്കണമെങ്കിൽ ആത്മാവിൻ്റെ അനോയിൻറ്റിങ് നമുക്ക് വേണം. ദൈവത്തിന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അന്തർഭാഗത്ത് പരിശുദ്ധാത്മാവിൻ്റെ മൂവിങ് നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എത്ര നാളായി ആത്മാവിൻ്റെ ഒരു മൂവിങ് നമ്മുടെ അകത്ത് വന്നിട്ട് ഇല്ലെങ്കിൽ നമ്മൾ മരിച്ചിരിക്കുകയാണ്. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനം വരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം, അനോയിന്റിങ്. പ്രൈസ് ദി ലോർഡ്. വര്യാപുരം ഓനാച്ചാൻ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൈയും കാലും ചങ്ങലയിൽ കെട്ടിയ ഒരു മനുഷ്യനെ പുനലൂരിൽ നിന്ന് വാര്യാപുരത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്ന ഒരു സംഭവം. പല സംഭവങ്ങളും അദ്ദേഹം എന്നോട് പറയാറുണ്ടായിരുന്നു. സ്തോത്രം. അപ്പം പുനലൂരിൽ നിന്നൊരു ഭ്രാന്തനെ ചങ്ങലയിട്ട് ജീപ്പേൽ വാര്യാപുരത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. അദ്ദേഹം മുറിക്കകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ആമേൻ, കുമ്പഴ തിരിയുമ്പോൾ ഞാൻ ആ ഭ്രാന്തനെ സൗഖ്യമാക്കും. സ്തോത്രം. ഇവർ ഈ ഭ്രാന്തനെ കൊണ്ട് വാര്യാപുരത്ത് വന്നപ്പോൾ ഓനാച്ചൻ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, അവനെ വണ്ടിയിൽ ഇറക്കണ്ട, കുമ്പഴ തിരിയുമ്പോൾ ദൈവം അവനെ സൗഖ്യമാക്കി. സ്തോത്രം. പ്രൈസ്. കാരണം ഈ ജീപ്പിലിരിക്കുന്നവർ കണ്ടു, കുമ്പഴ തിരിയുമ്പോൾ ഇവൻ ഞെട്ടിയുന്നതും വയലന്റ് ആയിരുന്നു. അവൻ്റെ മേലുള്ള ഒരു അന്യായ ശക്തി വിട്ടുപോകുന്നതും. സ്തോത്രം. പ്രൈസ്. ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ആത്മാവിൻ്റെ കാഴ്ചയുള്ള ദൈവദാസന്മാർ ശുശ്രൂഷിച്ച ഒരു കാലഘട്ടം കേരളത്തിൻ്റെ ചരിത്രത്തിലുണ്ട്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശുശ്രൂഷ വിമർശിക്കുന്ന എഴുത്തുകാർ നമുക്കുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് അഭിഷേകത്തിൽ ഒരു ശുശ്രൂഷയിൽ വിശ്വാസമുണ്ട്? സഹോദരങ്ങളെ, ആരെഴുതിയാലും വിമർശിച്ചാലും ഇന്നും പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അനോയിന്റിങ്. ദാനിയേലിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചാൽ അദ്ദേഹം അനോയിന്റഡ് ആയിരുന്നു. 13-ാമത്തെ വയസ്സിലാണ് ദാനിയേൽ ബാബിലോണിലേക്ക് അടിമച്ചെറുക്കനായി വന്നത്. 13-14 വയസ്സുള്ളപ്പോഴാണ്. 3 വർഷം നെബൂഖദ്നേസർ എന്ന് പറയുന്ന ക്രൂരനായ രാജാവിൻ്റെ വിഗറസ് ട്രെയിനിങ്ങിൽ ദാനിയേലും കൂട്ടുകാരുമായിരുന്നു. 17 വയസ്സുള്ളപ്പോഴാണ് ദാനിയേൽ നെബൂഖദ്നേസറിന്റെ മുമ്പിൽ സ്വപ്നവും അർത്ഥവും പറയാൻ നിന്നത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒരടിമച്ചെറുക്കൻ സ്വപ്നത്തിൻ്റെ അർത്ഥവുമായി മഹാരാജാവിൻ്റെ മുമ്പിൽ വീഴുമ്പോൾ
17 വയസ്സുള്ള ഒരു ബാലകന്റെ കാലിൽ നെബൂഖദ്നേസർ വീണു. ആരെയും വഴങ്ങാത്ത ഒരു രാജാവ് 17 വയസ്സുള്ളവന്റെ കാലേ വീഴാൻ കാരണം ആത്മാവിന്റെ ഒരു ശുശ്രൂഷ അവന്റെ പേരുണ്ടായിരുന്നു. ഒരു മനുഷ്യർക്കും അവന്റെ സ്വപ്നം അറിയത്തില്ലായിരുന്നു. എന്നാൽ ആത്മാവിൽ സ്വപ്നം കണ്ടു. പ്രാർത്ഥനാ മുറിയിൽ അവൻ സ്വപ്നത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി. രാജാവിൻ്റെ ആളുകൾ രാജാവിനോട് പറഞ്ഞു, ജഡവാസമുള്ള ഒരു ആക്കും നിന്റെ സ്വപ്നവും പറയാൻ പറ്റില്ല. പക്ഷേ ദാനിയേൽ പ്രൂവ് ചെയ്തൊരു കാര്യമുണ്ട്, ജഡത്തിലാണെങ്കിലും ആത്മാവിനാൽ സ്വർഗത്തെ കണക്ട് ചെയ്യുന്നവന് ഇന്ന് രാവിലെയും വെളിപ്പാട് വരാൻ കാണിക്കാൻ കഴിയും. ഗ്ലോറി, ഹല്ലേലൂയ. എനിക്ക് ദാനിയേലിനെ കുറിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. എവിടെ ഒരു അവസരം കിട്ടിയാലും അവൻ ദൈവത്തെ ഉയർത്താൻ സമയമെടുത്തു. ബേൽശസ്സർ രാജാവ് 1000 പേർക്ക് ഒരു വിരുന്നൊരുക്കി. ഓഡിറ്റോറിയം മുഴുവനും അടച്ചു വെച്ചിരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ബേൽശസ്സർ രാജാവ് തന്റെ മഹത്തുക്കളിൽ 1000 പേർക്ക് ഒരു വലിയ വിരുന്നൊരുക്കി. അവർ കാണെ വീഞ്ഞു കുടിച്ചു. ബേൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. 1000 പേർക്കൊരു വിരുന്നൊരുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ദാനിയേലിനെ രാജാവ് ക്ഷണിച്ചില്ല. 1000 നോബിൾ മെൻ അവിടെ ഉണ്ട്, എന്നാൽ ദാനിയേലിനെ രാജാവ് വിളിച്ചില്ല. ദാനിയേൽ അതിന് ദുഃഖമുണ്ട്. 3 പേരിൽ ഹയസ്റ്റ് ആയിരുന്നു ദാനിയേൽ. എന്താ ദാനിയേലിനെ വിളിക്കാഞ്ഞത്? ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ട് അവനെ അവോയ്ഡ് ചെയ്തു. പക്ഷെ ദൈവം പറഞ്ഞു, ദാനിയേലേ നീ ഭാരപ്പെടണ്ട, നിന്നെ ഞാൻ വിളിപ്പിക്കാം. നിന്നെ ഞാൻ വിളിപ്പിക്കാം. നീ കേസ് കൊടുക്കണ്ട, ലോയറെ കാണാൻ പോകണ്ട, വക്കീലിനെ കാണാൻ പോകണ്ട. നീ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ മതി, നിന്നെ ഞാൻ അവിടെ വിളിപ്പിക്കാം. ദൈവത്തിന് 1000 പേര് വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കുക. ഓഡിറ്റോറിയം മുഴുവനും അടച്ച് ബന്ദോബസ്താക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൂത് ശ്രദ്ധിക്കണം. എല്ലാം അടച്ചിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് തമ്പുരാൻ്റെ കൈക്കിറങ്ങാൻ കഴിഞ്ഞു. ഇന്ന് രാവിലെ നിങ്ങളോട് പറയട്ടെ, പിശാച് എത്ര അടച്ചു വെച്ചാലും പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം തമ്പുരാന്റെ വിരല് ഇന്ന് രാവിലെ നിന്റെ വിഷയത്തിന്റെ അകത്തോട്ട് ദൈവത്തിന്റെ വിരല്. രാജാവ് ആ വിരലിന്റെ അറ്റമേ കണ്ടുള്ളൂ, ദൈവത്തെ കണ്ടില്ല. 2 ഹിപ്പുകൾ വിളകിപ്പോയി. ആമേൻ. എഴുത്ത് വായിക്കാൻ ഒക്കുന്നില്ല. എഴുത്ത് രാജാവിന് വായിക്കരുത്, രാജാവിൻ്റെ ആളുകൾക്ക് വായിക്കരുത്. എന്താ അർത്ഥം? ദാനിയേലിനെ അവിടെ കൊണ്ടുവരുവാൻ ദൈവം അതിൻ്റെ അകത്ത് കയറിയതാണ്. സ്തോത്രം. ദാനിയേലിനെ രാജകീയമായി എഴുന്നള്ളിച്ച അവിടെ കൊണ്ടുവന്നത്. 1000 പേരിൽ ഒരാളായിരുന്നെങ്കിൽ സാധാരണയാ പോകത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ സമയത്ത് രാജകീയമായ എഴുന്നള്ളപ്പോടുകൂടെ അവനെ അകത്ത് കൊണ്ടുവന്നു. ദാനിയേൽ പറയുന്ന ആ വാചകം എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. രാജാവ് അങ്ങോട്ട് പറയുന്നുണ്ട്, ദാനിയേലേ, സമ്മാനം തരാം, സ്ഥാനം തരാം, നീ സ്വപ്നത്തിൻ്റെ അർത്ഥം ഇത് എഴുതിയത് വായിക്കാമെങ്കിൽ. ദാനിയേൽ പറയുക, സമ്മാനം വാങ്ങിക്കാൻ ഞാൻ വന്നതല്ല, ന്യായവിധിയുടെ ദൂത് പറയാൻ വന്നതാണ്. ഓ സ്തോത്രം. നമ്മളാരെങ്കിലും അതിങ്ങനെ പറയുമോ? പറയാണ്. ഇന്നലെ രാത്രി ദൈവം നിന്നെ തുലാസിൽ വെച്ച് തൂക്കി. സ്വർഗത്തിലൊരു ത്രാസുണ്ട്, അതിൻ്റെ ഒരു പാനിൽ ഇന്നലെ നിന്നെ വെച്ച് തൂക്കി. നിനക്ക് തൂക്കം വളരെ കുറവാണ്. സ്വർഗത്തിലെ ബോർഡ് കമ്മിറ്റി യുനാനിമസ്ലി തീരുമാനിച്ചു,
നിന്റെ കഴുത്ത് വെട്ടാൻ സ്തോത്രം. ഓ, നിന്റെ പ്രാണൻ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുക. ദൈവം ഞെക്കി വിട്ടുകൊണ്ടിരിക്കുക. അവസാനത്തെ ശ്വാസം കൂടെ ദൈവം ഹോൾഡ് ചെയ്യുക. ഈ ദൂത് കേട്ടിട്ട് നീ മരിക്കാനാണ്. ഞാൻ അത്ഭുതപ്പെടുക. നമ്മുടെ ആയുസ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ദുഷ്ടനായ ആമേൻ ബേൽശസ്സർ വെട്ടേറ്റ് യൂഫ്രട്ടീസ് നദീതീരത്തിലെ ഡോറ് ആരോ അടയ്ക്കാൻ മറന്നുപോയെന്ന ആളുകൾ അതുവഴി ചാടിക്കയറുകയും ദാനിയേൽ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബേൽശസ്സറിന്റെ പുറകിലൂടെ വന്ന് അവർ കഴുത്തു വെട്ടി. രക്തത്തിൽ ബേൽശസ്സർ കുളിച്ചു കിടക്കുമ്പോൾ ദാനിയേൽ അതിൻ്റെ നടുവിൽ ആദരിക്കപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലേ, നീ ഒരു പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നീ വിശ്വസ്തനാണെങ്കിൽ, നീ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ, ഞാനൊരു ദൂത് പറയാം. നിന്നെ ആദരിക്കുന്ന ഒരു അധ്യായമുണ്ട്. സ്തോത്രം. നിന്നെ ആദരിക്കുന്ന ഒരു അധ്യായം. ഓ, എല്ലാവരും നിന്നെ അനാദരിച്ചാലും ഇന്ന് രാവിലെ ദൈവം തിരുവല്ലായിൽ ദൈവദാസനെ ആദരിക്കും. ദൈവദാസന്മാരെ ആദരിക്കും. നിന്റെ ഭവനത്തിൽ ദൈവം നിന്നെ ആദരിക്കും. നിന്റെ സമൂഹത്തിൽ നീ വിശ്വാസത്തിൽ ഉറപ്പുള്ളവളാണെങ്കിൽ നിന്റെ കുടുംബത്തിൽ ദൈവം നിന്നെ ആദരിക്കും. നമുക്കെല്ലാം തൽസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാവിലെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ മുന്നോട്ട് വന്നാൽ എനിക്ക് എൻ്റെ കൈ നിങ്ങളുടെ മേൽ വെച്ച് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ ഒരു നിയോഗമുണ്ട്. സ്തോത്രം. നിങ്ങൾ എത്ര മാനസികമായ ഭാരത്തിലാണ്, രോഗികളാണോ, ഇതിന് നടുവിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. മോശയുടെ കൈയുടെ മുകളിൽ വെച്ച ദൈവത്തിൻ്റെ മഹത്വമുള്ള കയ്യോ, ഗ്ലോറീസ്, ഇന്ന് രാവിലെ സ്തോത്രം